ഹലോ സ്റ്റുഡൻസ്, ഞാൻ അർജുൻ ഫ്രം എം സിഗ്മ ഗോകുലം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് ഇയറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണെന്ന് പറയും. കാരണം എഞ്ചിനീയറിംഗ് സ്കില്ല് നമ്മൾ അപ്ലൈ ചെയ്യാൻ പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലൂടെയാണ്. ഫസ്റ്റ് ഇയറിലെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. അതിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതൊക്കെ നമ്മൾ സ്കൂളിൽ എങ്ങനെ പഠിച്ചോ അതേ അപ്രോച്ചിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും, നല്ല രീതിയിൽ പഠിക്കാനും പറ്റും. പക്ഷേ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അതേ അപ്രോച്ചിൽ നിങ്ങൾ പഠിക്കരുത്. കാരണം എന്താ, ഇത് ബാക്കി സബ്ജക്റ്റുകളെക്കാളും ഡിഫറൻ്റ് ആണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അത് പഠിക്കേണ്ട രീതിയിൽ തന്നെ പഠിക്കണം. ഫിസിക്സും കെമിസ്ട്രിയും പോലെ തിയററ്റിക്കൽ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന പോലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപാട് സ്റ്റുഡൻസിന് ഈ സബ്ജക്റ്റ് വളരെ ഡിഫിക്കൽട്ട് ആവുകയും ഒരുപാട് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സപ്ലിമെൻ്ററി ഉള്ള ഫസ്റ്റ് ഇയർ പേപ്പർ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രം തീർന്നില്ല, നമ്മൾ ഇനി ഹയർ ക്ലാസ്സസിലെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നല്ല രീതിയിൽ പഠിക്കാതെ സപ്ലിമെൻ്ററി ആയിട്ടുള്ള ആൾക്കാർക്ക് ഹയർ ക്ലാസ്സസിലും കൂടുതൽ സബ്ജക്റ്റുകൾക്ക് സപ്ലിമെൻ്ററി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകാതെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ പഠിക്കുന്ന പോലെ കാണാതെ ഏതെങ്കിലും നോട്ടിന്റെ ഫോട്ടോസ്റ്റാറ്റോ യൂട്യൂബ് വീഡിയോ ഒക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, എഫക്റ്റീവ്ലി ഒരു പ്രോബ്ലമാറ്റിക് പേപ്പറിനെ, ഒരു ന്യൂമറിക്കൽ പേപ്പറിനെ നിങ്ങൾ കാണാതെ പഠിച്ച് പാസ്സാവുകയാണ്. പാസ്സാകുമായിരിക്കും, ബട്ട് ഇതിൻ്റെ പ്രശ്നം എന്താണ്, ഹയർ ക്ലാസ്സസിൽ പോകുമ്പോഴും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പേപ്പേഴ്സിൽ ഇതേ മെത്തേഡ് ഫോളോ ചെയ്യേണ്ടി വരും. എസ്പെഷ്യലി ഫോർ സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. എന്താണെന്ന് പറയട്ടെ, ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്ന കോഴ്സാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെയും സിവിൽ എഞ്ചിനീയറിംഗിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയാം. കാരണം എന്താ, ഹയർ ക്ലാസ്സസിലെ സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഫ്ലൂയിഡ് മെഷീനറി, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്സ് ഓഫ് മെഷീനറി, സ്ട്രക്ചറൽ അനാലിസിസ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളുടെയും ബേസ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് നിങ്ങൾ കാണാതെ പഠിച്ചാണ് പാസ്സാവുന്നതെങ്കിൽ ഹയർ ക്ലാസ്സസിൽ പോകുമ്പോഴും ഈ പറയുന്ന കാണാതെ പഠിക്കുന്ന ആ ഒരു പരിപാടി തന്നെ നിങ്ങൾക്ക് വീണ്ടും ചെയ്യേണ്ടി വരും. ഈ പറയുന്ന ഹയർ ക്ലാസ്സസിലെ പേപ്പറുകൾ നമുക്ക് കാണാതെ പഠിച്ച് പാസ്സാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഫസ്റ്റ് ഇയറിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ എന്ത് പറ്റും, കറസ്പോണ്ടിംഗ്ലി ഹയർ ക്ലാസ്സസിൽ പോകുന്ന കോർ കോഴ്സസ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പേപ്പറിനെല്ലാം നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് പഠിക്കാൻ പറ്റും, കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, അത് എന്തുകൊണ്ട് നമ്മൾ ബാക്കി സബ്ജക്റ്റുകളെക്കാളും ഡിഫറൻ്റ് ആയിട്ട് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇനി സബ്ജക്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്? ഏറ്റവും സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫോഴ്സ്. ഫോഴ്സസിന്റെ സ്റ്റഡീനെയാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ? ഇറ്റ് ഈസ് ദ മെക്കാനിക്കൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ്. രണ്ട് ബോഡീസ് തമ്മിലുള്ള മെക്കാനിക്കൽ ഇന്ററാക്ഷനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. അത് മാത്രമാണോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കാനുള്ളത്? അല്ല. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫോഴ്സ്, മോഷൻ ആൻഡ് ഡീഫോർമേഷൻ. ഫോഴ്സ്, മോഷൻ ആൻഡ് ഡീഫോർമേഷൻ ഇതിനെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫോഴ്സ്, മോഷൻ ആൻഡ് ഡീഫോർമേഷൻ. നമ്മൾ സ്കൂളിൽ പഠിച്ചതുപോലെ ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എന്താ സംഭവിക്കുന്നത്? എയ്തർ ദ ബോഡി വിൽ മൂവ്, ബോഡി മൂവ് ചെയ്യും, അല്ലെങ്കിൽ ദ ബോഡി വിൽ ഡീഫോം, അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും. മൂവ് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ എങ്ങനെ പറയാം, ഒരു ടേബിൾ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾ മൂവ് ചെയ്യും അല്ലേ? ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും അല്ലേ? അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി വിൽ എയ്തർ മൂവ് ഓർ ഡീഫോം. ഇതിൻ്റെ സ്റ്റഡീസിനെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടി സിമ്പിളാണ്. എന്ത്? വി ആർ നോട്ട് സ്റ്റഡിങ് ഡീഫോർമേഷൻ. ഫസ്റ്റ് ഇയറിലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് സിലബസിൽ നമ്മൾ ഡീഫോർമേഷൻ പഠിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡീഫോർമേഷൻ എലിമിനേറ്റ് ചെയ്യുന്നത്? വി അസ്യൂം ഓൾ ദ ബോഡീസ് ആർ റിജിഡ് ബോഡീസ്. അതായത് എല്ലാ ബോഡീസിൻ്റെയും എന്താ ഡീഫോർമേഷൻ നമ്മൾ എടുത്തു കളയുന്നു. ബോഡീസ് വിൽ നോട്ട് ഡീഫോം. നമ്മൾ ഇനി എത്ര ഫോഴ്സ് കൊടുത്താലും ഒറിജിനൽ ഷേപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും? ബോഡീസ് ഡീഫോം ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന സ്റ്റഡി വിൽ റെഡ്യൂസ് ടു ദ സ്റ്റഡി ഓഫ് ഫോഴ്സ് ആൻഡ് മോഷൻ. അങ്ങനെ ഡീഫോർമേഷൻ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെക്കാനിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിജിഡ് ബോഡി മെക്കാനിക്സ്. റിജിഡ് ബോഡി മെക്കാനിക്സ്. റിജിഡ് ബോഡി എന്താണ്? ഞാനിപ്പോൾ പറഞ്ഞു, എത്ര ഫോഴ്സ് കൊടുത്താലും ബോഡിയുടെ ഇനിഷ്യൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യും, അതിന് ഡീഫോർമേഷൻ ഉണ്ടാകില്ല. ഈ റിജിഡ് ബോഡി മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ഇയറിലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് സബ്ജക്റ്റിൽ നമ്മൾ റിജിഡ് ബോഡീസും മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഹയർ ക്ലാസ്സസിൽ പോകുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സും സിവിൽ എഞ്ചിനീയേഴ്സും ഡീഫോർമേഷനും കൂടി പഠിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഫോഴ്സും മോഷനും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഈ മെക്കാനിക്സിനെ നമുക്ക് റഫ്ലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു പോർഷൻ സ്റ്റാറ്റിക്സ് ആണ്, ഒരു പോർഷൻ ഡൈനാമിക്സ് ആണ്. എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. സിമ്പിളാണ്.
സ്റ്റാറ്റിക്സും ഡൈനാമിക്സും. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഒന്ന് ഓർത്തെടുക്കുക. എവറി ബോഡി വിൽ കണ്ടിന്യൂ ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലേക്ക് വരുന്നത്. അതായത് ബോഡി എയ്തർ റെസ്റ്റിലാണ് അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാണ്. റെസ്റ്റിലാണ് അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡിയിൽ ആക്സിലറേഷൻ ഇല്ല. അപ്പോൾ ആക്സിലറേഷൻ 0 ആയിട്ടുള്ള ബോഡീസിൻ്റെ സ്റ്റഡീനെയാണ് നമ്മൾ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആക്സിലറേഷൻ 0, ബോഡി എയ്തർ റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യായിരിക്കും. നമ്മുടെ സബ്ജക്റ്റിൽ റിജിഡ് ബോഡി മെക്കാനിക്സിൽ ഓൾമോസ്റ്റ് എല്ലാ കേസസിലും ബോഡി റെസ്റ്റിലായിരിക്കും ഇൻ സ്റ്റാറ്റിക്സ്. അപ്പോൾ വീണ്ടും നോക്കുക, സ്റ്റഡി ഓഫ് ഫോഴ്സ് ആൻഡ് മോഷൻ ആയിരുന്നു. സ്റ്റാറ്റിക്സിൽ ആക്സിലറേഷൻ 0 ആക്കി. അപ്പോൾ ദിസ് ഈസ് എ സ്റ്റഡി ഓഫ് ഫോഴ്സ് ഓൺലി. നമ്മളിവിടെ ഫോഴ്സ് മാത്രമാണ് പഠിക്കുന്നത്. ഇനി ഡൈനാമിക്സിലോട്ട് വരാം. ഡൈനാമിക്സിലോട്ട് വരുമ്പോൾ എന്താ പറയുന്നത്? ന്യൂട്ടൺ സെക്കൻഡ് ലോ, സിഗ്മ എഫ് ഈക്വൽ ടു എം എ. ആ ബോഡീസിൽ ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ നോട്ട് ഈക്വൽ ടു 0. ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ പഠിക്കണം. അത് എങ്ങനെ മൂവ് ചെയ്യുന്നു, അല്ലേ? അതിൽ എന്തൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു. സോ ഇൻ ദിസ് നമുക്ക് ഫോഴ്സും മോഷനും രണ്ടും പഠിക്കണം. ആൻഡ് ഡൈനാമിക്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നെന്താ? കൈനമാറ്റിക്സ്. രണ്ട് കൈനറ്റിക്സ്. സിമ്പിളാണ്, പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നു. ഡൈനാമിക്സിൽ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? ഫോഴ്സും ഉണ്ട് മോഷനും ഉണ്ട്. ഓക്കെ, ഇനി കൈനമാറ്റിക്സിൽ വി സ്റ്റഡി മോഷൻ ഓൺലി. ബോഡി എങ്ങനെ മൂവ് ചെയ്യും എന്ന് മാത്രം നമ്മൾ പഠിക്കും കൈനമാറ്റിക്സിൽ. കൈനറ്റിക്സിൽ ഫോഴ്സും മോഷനും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മോഡ്യൂൾ 1 and 2 എവിടെയാണ്? സ്റ്റാറ്റിക്സ് ആണ്. മോഡ്യൂൾ 1 and 2 നമ്മൾ ഫോഴ്സസിനെ പറ്റി മാത്രമാണ് പഠിക്കുന്നത്. അതിനുശേഷം മോഡ്യൂൾ 4 and 5 നമ്മൾ ഡൈനാമിക്സാണ് പഠിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു മോഡ്യൂൾ 3 ഉണ്ട്. അതിലെന്താ പഠിക്കുന്ന? പ്രോപ്പർട്ടീസ് ഓഫ് സർഫസസ്, സെൻട്രോയിഡ് ഓഫ് എൻ ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ തുടങ്ങിയ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ. കാരണം എന്താ? വി നീഡ് ദാറ്റ് ടു സ്റ്റഡി ഡൈനാമിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ അറിയണം. അതാണ് നമ്മൾ മോഡ്യൂൾ 3 പഠിക്കുന്നത്. ഈ പറയുന്ന 5 മോഡ്യൂൾ പഠിച്ചു തീരാൻ, K2വിൻ്റെ സിലബസ് പഠിച്ചു തീരാൻ ഒരു 15-16 മണിക്കൂർ മാക്സിമം മതിയാവും. ഓക്കെ, ഇതിൽ തന്നെ 1, 2, 3, 4 വളരെ ഈസിയാണ്, സിമ്പിളാണ്. മോഡ്യൂൾ 5 ഡൈനാമിക്സിലെ കുറച്ച് ടോപ്പിക്കാണ് എല്ലാവർക്കും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. അതും വൈബ്രേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരുപാട് സ്റ്റുഡൻസ് വളരെ ഡിഫിക്കൽട്ടാണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ക്ലാസ് വേണമെന്ന് പറഞ്ഞു. സോ ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ വൈബ്രേഷൻസിൻ്റെ ക്ലാസ്സാണ് നിങ്ങൾക്ക് തരുന്നത്. മോഡ്യൂൾ 1, 2, 3, 4 വളരെ ഈസിയാണ്. 5 വൈബ്രേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്. K2വിൻ്റെ മോഡ്യൂൾ വൈസ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും, വൈബ്രേഷൻസിൻ്റെ കംപ്ലീറ്റ് സിലബസ് ഞാൻ ഈ ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ട്. ബാക്കി 1, 2, 3 and 4 വളരെ സിമ്പിളാണ്. യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ഇൻ മൈ ക്ലാസ് ഇൻ എം സിഗ്മ ഗൂഗുലം ആപ്പ്. അപ്പോൾ നമുക്ക് വൈബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. വൈബ്രേഷൻ എന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓസിലേറ്ററി മോഷൻ ഇൻ വിച്ച് പാർട്ടിക്കിൾസ് മൂവ് ടു ആൻഡ് ഫ്രോ വിത്ത് റെസ്പെക്ട് ടു സം മീൻ പൊസിഷൻ. ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ മീൻ പൊസിഷൻ, സെൻട്രൽ പൊസിഷൻ എന്ന് പറയാം. അതിന് അപ്പുറത്തും ഇപ്പുറത്തും ടു ആൻഡ് ഫ്രോ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൈബ്രേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓസിലേറ്ററി മോഷൻ ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ഓസിലേറ്റ് വിത്ത് റെസ്പെക്ട് ടു ആൻ ഇക്വിലിബ്രിയം പൊസിഷൻ. അതിനെയാണ് നമ്മൾ വൈബ്രേറ്ററി മോഷൻ എന്ന് പറയുന്നത്. സിൻസ് ഇറ്റ് ഈസ് എ മോഷൻ, ഇറ്റ് കംസ് അണ്ടർ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഓക്കെ, വൈബ്രേഷൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് വൈബ്രേഷൻസ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിക്കണം. എല്ലാ സോളിഡ് ഒബ്ജക്റ്റും എടുക്കുക, എല്ലാ മാറ്ററും എടുക്കുക. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ഞാനൊരു ഡയഗ്രാം വരയ്ക്കാം. ഒരു മെറ്റീരിയൽ എടുത്തു, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ഉണ്ട്. വേറെ എന്തുണ്ട്? ഈ ആറ്റംസ് മോളിക്യൂൾസിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. കറക്റ്റ് അല്ലേ? ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ എന്താ? ഈ പാർട്ടിക്കിൾസിന് ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ ഉണ്ടാകില്ലേ? സോളിഡ് ആണ് ഞാൻ എടുക്കുന്നത്, അസ്യൂം ചെയ്യുക. ഈ പാർട്ടിക്കിൾസിനൊക്കെ ഒരു പർട്ടിക്കുലർ പൊസിഷൻ ഉണ്ടാകും. ആൻഡ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ സോ മെനി അതർ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. അതിന് ചുറ്റും ഒരുപാട് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ഉണ്ട്. ആൻഡ് ദീസ് ആറ്റംസ് വിൽ ബി അറ്റ് എ ഫിക്സഡ് പൊസിഷൻ. ഇത് ആറ്റംസിൻ്റെ ഇടയിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഉണ്ട്. ഇനി വാട്ട് ഐ എം ഗോയിങ് ടു ഡു? ഐ എം ഗോയിങ് ടു ഡിസ്പ്ലേസ് ദിസ് ആറ്റം. ഈ ആറ്റത്തിന് ഞാനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കാൻ പോവാണ്. എങ്ങനെയാണ്? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത്. ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് എന്ത് പറ്റി? ഇതിലെ ഒരു ആറ്റമിനെ ഞാൻ ഡിസ്പ്ലേസ് ചെയ്തു, മൂവ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റും? ഈ എല്ലാ ഒബ്ജക്റ്റിനും അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലിരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്, അല്ലേ? എല്ലാത്തിനും ഒറിജിനൽ പൊസിഷനിലിരിക്കാനൊരു ടെൻഡൻസി ഉണ്ട്. ഞാൻ ഈ ഫോഴ്സ് കൊടുത്ത് ഈ പാർട്ടിക്കിളിനെ മൂവ് ചെയ്യുമ്പോൾ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് കാരണം എന്ത് പറ്റും? ഈ പാർട്ടിക്കിളിനെ തിരിച്ച് ഉള്ളിലോട്ട് വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. മനസ്സിലായോ? പാർട്ടിക്കിളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിനെ ഞാൻ മൂവ് ചെയ്തു.
ബട്ട് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് വളരെ സ്ട്രോങ് ആയത് കാരണം അതിന് തിരിച്ചതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഞാനൊരു ഈക്വിലിബ്രിയം പൊസിഷൻ വരച്ചു, ഇവിടെ ഒരു പാർട്ടിക്കിൾ വരച്ചു, ഈ പാർട്ടിക്കിളിനെ ഞാൻ ഫോഴ്സ് കൊടുത്ത് ഇങ്ങോട്ട് മൂവ് ചെയ്യിച്ചു. അപ്പോൾ എന്ത് പറ്റും? ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ കാരണം ഈ പാർട്ടിക്കിളിന് തിരിച്ച് ഉള്ളിലേക്ക് വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഒരു ഫോഴ്സ് തിരിച്ച് ഇതിൻ്റെ അടുത്തിരിക്കുന്ന അഡ്ജസൻറ്റ് പാർട്ടിക്കിൾസ് ഈ പാർട്ടിക്കിളിൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? എപ്പോഴും ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ ആയിരിക്കും. ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് പാർട്ടിക്കിളിനെ തിരിച്ച് പുള്ള് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഒരു ഫോഴ്സ്, എന്താണ് ഞാൻ പറഞ്ഞത്? ഡിസ്റ്റർബിംഗ് ഫോഴ്സ് അവിടെ പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് പറഞ്ഞു. ശരി, ഇനി വ്യക്തമായിട്ട് കേൾക്കുക. ഈ ഒരു ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്ത് ഈ പാർട്ടിക്കിൾ ഈ പോയിന്റ് 1ൽ നിന്നും 2ലേക്ക് മൂവ് ചെയ്തപ്പോൾ എന്ത് പറ്റി? അതിൻ്റെ ഉള്ളിൽ എനർജി സ്റ്റോർഡ് ആവും. അതിനെയാണ് നമ്മൾ എലാസ്റ്റിക് എനർജി എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് എനർജി. ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തു, പാർട്ടിക്കിൾ മൂവ് ചെയ്തു. നൗ ദ പാർട്ടിക്കിൾ പൊസസ് എലാസ്റ്റിക് എനർജി. ടെൻഡൻസി എന്താ? തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരാൻ. സഡൻലി ഞാൻ എന്ത് ചെയ്തു? ഈ ഡിസ്റ്റർബ് ചെയ്ത ഫോഴ്സിനെ ഞാൻ റിമൂവ് ചെയ്തു. ഈ ഡിസ്റ്റർബ് ചെയ്ത ഫോഴ്സിനെ ഞാൻ റിമൂവ് ചെയ്യുമ്പോൾ എന്താ പറ്റി? ഈ പാർട്ടിക്കിളിന് തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പാർട്ടിക്കിൾ സഡൻലി ഒറിജിനൽ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഒറിജിനൽ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. ഇലാസ്റ്റിക് എനർജി എന്തായി? കൈനറ്റിക് എനർജി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ദ എനർജി ബൈ വോർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. ഒരു പാർട്ടിക്കിളിൻ്റെ മോഷൻ കാരണം ഉണ്ടാകുന്ന എനർജീനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ശരി, അപ്പോൾ ഞാൻ സഡൻലി ഫോഴ്സ് റിമൂവ് ചെയ്തപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് തിരിച്ചുള്ളിലേക്ക് വലിക്കുന്ന കാരണം പാർട്ടിക്കിൾ സഡനായിട്ട് ഉള്ളിലേക്ക് വരാൻ തുടങ്ങും. ഇറ്റ് വിൽ ഹാവ് കൈനറ്റിക് എനർജി. ഈ ഇലാസ്റ്റിക് എനർജി എല്ലാം കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ബട്ട് എന്ത് പറ്റി? വെൻ ഇറ്റ് റീച്ചസ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ, ആ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഉള്ളപ്പോൾ എന്ത് പറ്റും? ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ്. പാർട്ടിക്കിൾ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ, ഒരു പർട്ടിക്കുലർ ആക്സലറേഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെന്തുണ്ട്? ഇനേഷ്യ ഉണ്ട്. നമ്മൾ ഇനേഷ്യ പഠിച്ചിട്ടുണ്ട്. ഇനേഷ്യ ഓഫ് റെസ്റ്റ് ഓർ മോഷൻ. ബസ്സിലിരിക്കുമ്പോൾ ബസ് സഡൻ ബ്രേക്ക് ഇടുമ്പോഴത്തേക്കും വീഴുന്നത്, ആ ഒരു എക്സാമ്പിൾ ഓർമ്മയില്ലേ? യെസ്, ആ ഇനേഷ്യ ഈ പാർട്ടിക്കിൾസിനും ഉണ്ടാകും. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് ആ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഇനേഷ്യ ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും? ഈ പാർട്ടിക്കിൾ ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യില്ല. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഓവർ ട്രാവൽ ചെയ്യും. പാർട്ടിക്കിൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓവർ ട്രാവൽ ചെയ്യും. അപ്പോൾ എന്ത് പറ്റി? വീണ്ടും അവിടെ ഇലാസ്റ്റിക് എനർജി ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഡീഫോം ചെയ്തു. അപ്പോൾ ഇലാസ്റ്റിക് എനർജി വന്നു. ഇലാസ്റ്റിക് എനർജി വന്നു കഴിഞ്ഞാൽ തിരിച്ച് കൈനറ്റിക് എനർജി ആയിട്ട് അത് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരാൻ ട്രൈ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? പാർട്ടിക്കിൾ വീണ്ടും ഇങ്ങോട്ട് വരും. ഇനേഷ്യ കാരണം ഓവർ ഷൂട്ട് ചെയ്യും. വീണ്ടും തിരിച്ച് ന്യൂട്രൽ പൊസിഷനിലോട്ട് വരും, ഇക്വിലിബ്രിയം പൊസിഷനിൽ വരും. ഇനേഷ്യ കാരണം ഓവർ ഷൂട്ട് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഇതിൻ്റെ ഇടയിൽ കുറേ എനർജി ലൂസ് ചെയ്ത് ഫൈനലി പാർട്ടിക്കിൾ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ റെസ്റ്റിലാകും. ഇതിനെയാണ് നമ്മൾ വൈബ്രേറ്ററി മോഷൻ എന്ന് പറയുന്നത്. വൈബ്രേറ്ററി മോഷൻ മനസ്സിലായോ? പാർട്ടിക്കിൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഡീഫോം ചെയ്യുന്നു. ഇലാസ്റ്റിക് എനർജി തിരിച്ച് കൈനറ്റിക് എനർജി ഓവർ ഷൂട്ട് ചെയ്യുന്നു. ബിക്കോസ് ഓഫ് ഇനേഷ്യ ഓപ്പോസിറ്റ് സൈഡിൽ പോകുന്നു. വീണ്ടും ഇലാസ്റ്റിക് എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് തിരിച്ചുള്ളിലേക്ക് വരുന്നു, ഓവർ ഷൂട്ട് ചെയ്യുന്നു. ഫൈനലി ഈ എനർജി ലൂസ് ചെയ്ത് റെസ്റ്റിലാകുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ദിസ് മോഷൻ ഈസ് കോൾഡ് വൈബ്രേറ്ററി മോഷൻ. ഇത്രയും മനസ്സിലായോ? വൈബ്രേറ്ററി മോഷൻ എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. വൈബ്രേഷൻസ് എന്താണെന്ന് പഠിച്ചു, വൈബ്രേഷൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി ചോദ്യം, ആർ വൈബ്രേഷൻസ് ഗുഡ് ഓർ ബാഡ്? വൈബ്രേഷൻസ് നല്ലതാണോ മോശമാണോ? നല്ല വൈബ്രേഷൻസ് ഉണ്ട്, മോശം വൈബ്രേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു വയലിൻ വായിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഗിത്താർ സ്ട്രിങ്, അല്ലേ, നമ്മുടെ പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്, അതിലെല്ലാം എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആ ഒരു സ്ട്രിങ് എക്സൈറ്റ് ചെയ്യുമ്പോൾ, അതിലൊരു ചെറിയ ഡിസ്റ്റർബിങ് ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേറ്റ് ചെയ്യുന്ന ആ വൈബ്രേഷൻ നമുക്ക് കേൾക്കാൻ പറ്റും, നമുക്ക് മ്യൂസിക്കായിട്ട് കേൾക്കാൻ പറ്റും. സോ ഇൻ സം കേസസ് വൈബ്രേഷൻസ് ആർ ഗുഡ്. ഇനി അടുത്ത ഒരു കേസ് പറയാം. നമ്മൾ ബൈക്ക് ഓടിക്കുകയാണ്, ബൈക്ക് ഓടിച്ച് വണ്ടി ഒരു 80-85 km/h സ്പീഡിലെത്തുമ്പോൾ ഹാൻഡിലിൽ വൈബ്രേഷൻ അടിക്കും, അല്ലേ? ഹാൻഡിലിൽ വൈബ്രേഷൻ നല്ല രീതിയിൽ നമുക്കുണ്ടാകും. അതുപോലെ തന്നെ ചെറിയ നട്ടൊക്കെ ലൂസാണെങ്കിൽ അത് പിന്നെ ലൂസാകാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ ബാഡ് വൈബ്രേഷൻസും ഉണ്ട്. എസ്പെഷ്യലി മെക്കാനിക്കൽ കോമ്പണൻറ്റ്സ്, മെഷീൻസിലെല്ലാം വൈബ്രേഷൻസ് അൺഡിസൈറബിൾ ആണ്. നമ്മൾ അതിനെ ഒരു വിധത്തിൽ എവിടെയെങ്കിലും നട്ട് ബോൾട്ടും ഒക്കെ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചൊക്കെ ആയിരിക്കും. ഈ വൈബ്രേഷൻസ് കാരണം എന്തു പറ്റും? ഇത് ലൂസൺ ചെയ്ത്
ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സീലിംഗ് ഫാൻ ഇട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ, സീലിംഗ് ഫാൻ ഹാങ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്താ ഒരു നട്ടിട്ട് ബോൾട്ട് ഇട്ടിട്ട് ആ ബോൾട്ടിൽ ഒരു ഹോൾ ഉണ്ടാകും, അതുവഴി ഒരു പിന്നിടും നമ്മൾ, അല്ലേ? ഒരു പിന്നിട്ട് നമ്മൾ അതിനെ വളച്ചു വെക്കും. എന്തിനാ? ഈ നട്ട് ഊരി പുറത്തു പോകാതിരിക്കാൻ. ആ നട്ട് എങ്ങനെയാണ് പുറത്തു പോകുന്നത്? ഈ ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഈ ഫാനിൽ എപ്പോഴും വൈബ്രേഷൻസ് ഉണ്ടാവും. ആ വൈബ്രേഷൻസ് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ നട്ട് പതുക്കെ വൈൻഡ് തിരിച്ച് ലൂസനാകും. ഫൈനലി അത് ഊരിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഫാനിൻ്റെ അറ്റത്ത് ബോൾട്ടിൽ ഒരു ടൈയിട്ട് കെട്ടിവെക്കുന്നത്. So vibrations are undesirable in mechanical components and in some cases vibrations are desirable. Earthquake ഒരു വൈബ്രേഷൻ ആണ്, അല്ലേ? ആ വൈബ്രേഷൻ വരുമ്പോഴത്തേക്കും ബിൽഡിംഗ് ഒക്കെ ഇടിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം തന്നെ ടർക്കിയിൽ വലിയ രീതിയിലുള്ള earthquake വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് വൈബ്രേറ്ററി മോഷൻ. സോ വൈബ്രേഷൻസ് ആർ ഡിസൈറബിൾ ഇൻ സം കേസസ് ആൻഡ് വൈബ്രേഷൻസ് ആർ നോട്ട് ഡിസൈറബിൾ ഓർ അൺഡിസൈറബിൾ ഇൻ സം അതർ കേസസ്. നമുക്ക് ഇനി വൈബ്രേഷൻസിൻ്റെ കുറച്ച് ടെർമിനോളജീസ് പഠിക്കാം. ആദ്യം വൈബ്രേഷൻ ഞാൻ പറഞ്ഞു, ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ടാകും. ആ ഇക്വിലിബ്രിയം പൊസിഷൻ, ഓക്കെ, അവിടെ നിന്നും ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നു, മൂവ്മെൻറ്റ് ഒരു ഡയറക്ഷൻ, അതിനെ എക്സ്ട്രീം പൊസിഷൻ എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിലെത്തി ഓവർ ഷൂട്ട് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിൽ എക്സ്ട്രീം പൊസിഷനിലേക്ക് എത്തുന്നു. ഇക്വിലിബ്രിയം, എക്സ്ട്രീം, ഇക്വിലിബ്രിയം, എക്സ്ട്രീം, തിരിച്ച് ഇക്വിലിബ്രിയം. അപ്പോൾ ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ ഇക്വിലിബ്രിയത്തിൽ നിന്നും എക്സ്ട്രീം പൊസിഷനിൽ പോയി തിരിച്ച് ഇക്വിലിബ്രിയത്തിൽ വന്നു, ഓപ്പോസിറ്റ് സൈഡിലുള്ള എക്സ്ട്രീം പൊസിഷനിൽ പോയി തിരിച്ച് ഇക്വിലിബ്രിയത്തിൽ വരുന്നു. ഇത്രയുമാണ് ഒരു വൈബ്രേഷൻ. ഓക്കെ, ഇക്വിലിബ്രിയം, എക്സ്ട്രീം, ഇക്വിലിബ്രിയം, എക്സ്ട്രീം, ഇക്വിലിബ്രിയം. അതിനെയാണ് നമ്മൾ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത്. അത് മനസ്സിലായോ? യെസ്, അതിനെ തന്നെയാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. കാരണം എന്താ? ഈ ഒരു മോഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും റെപ്പറ്റീഷനാണ്, അല്ലേ? അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദിസ് ഈസ് ദ ബേസിക് മോഷൻ ഓഫ് എ വൈബ്രേഷൻ. അപ്പോൾ നമുക്ക് ഓരോരോ ടെക്നിക്കൽ ടേംസ് ആയിട്ട് പഠിക്കാം. ആദ്യത്തെ ക്വാണ്ടിറ്റി ടൈം പീരീഡ് ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ. ടൈം പീരീഡ് ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ടൈം ഇൻ്റർവെൽ ആഫ്റ്റർ വിച്ച് ദ മോഷൻ റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്. ഇതൊരു റിപ്പീറ്റിംഗ് മോഷനാണ്. ഇറ്റ് ഈസ് ദ ടൈം ഇൻ്റർവെൽ ആഫ്റ്റർ വിച്ച് ദ മോഷൻ റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്. നമ്മുടെ ഇവിടുത്തെ ഈ കണ്ടീഷനിൽ പറയുകയാണെങ്കിൽ 1ൽ നിന്നും തുടങ്ങി തിരിച്ച് 2 വരെ പോയി, തിരിച്ച് 1ൽ വന്നു, 3 വരെ പോയി, തിരിച്ച് 1ലേക്ക് വരുന്ന ഈ ഒരു മോഷനാണ് ഒരു വൈബ്രേഷൻ. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. സോ ടൈം പീരീഡ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ ബോഡി ടു മൂവ് ഫ്രം 1 to 2 to 1 to 2 3 to 1 1 2 1 3 1. ഇതിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഞാൻ ഡെഫിനിഷൻ എഴുതി തരാം. അപ്പോൾ ടൈം പീരീഡ് പറഞ്ഞു, ഇറ്റ് ഈസ് ദ ടൈം ഇൻ്റർവെൽ ആഫ്റ്റർ വിച്ച് ദ മോഷൻ റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്. അത് കഴിഞ്ഞു. ഇനി അടുത്ത ടെക്നിക്കൽ ടേം എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് സൈക്കിൾ. സൈക്കിൾ എന്താണ്? ഈ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോഷൻ കംപ്ലീറ്റഡ് ഇൻ വൺ ടൈം പീരീഡ്. ഓക്കെ, ഇറ്റ് ഈസ് എ മോഷൻ കംപ്ലീറ്റഡ് ഇൻ വൺ ടൈം പീരീഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 2 1 3 1 അതാണ് ഒരു സൈക്കിൾ. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സൈക്കിൾ സെയിം മോഷൻ റിപ്പീറ്റ് ചെയ്യും. സോ ടൈം പീരീഡ് പറഞ്ഞു, സൈക്കിൾ പറഞ്ഞു. നെക്സ്റ്റ് ഈസ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്താണ്? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ടൈംസ് ദ മോഷൻ ഈസ് റിപ്പീറ്റഡ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഇത് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു? ഒരു സെക്കൻഡിൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു? അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര തവണ ഈ ഒരു വൈബ്രേറ്ററി മോഷൻ ഹാപ്പൻ ചെയ്തു, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്? ഹെർട്സ്, അല്ലേ? 1 ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി. F = 1/t. അത് മറക്കരുത്. F = 1/t. ആൻഡ് ഫൈനലി നമുക്ക് ഒരു ടേമും കൂടി പഠിച്ചാൽ മതി. അതിൻ്റെ പേരാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മീൻ ആൻഡ് എക്സ്ട്രീം പൊസിഷൻ. മീൻ പൊസിഷൻ മുതൽ 1 മുതൽ 2 വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മീൻ ആൻഡ് എക്സ്ട്രീം പൊസിഷൻസ്. മീൻ പൊസിഷന് തന്നെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4 കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഒന്ന് ടൈം പീരീഡ് പറഞ്ഞു, സൈക്കിൾ പറഞ്ഞു, ഫ്രീക്വൻസി പറഞ്ഞു, ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ വേണം എന്തിന്? വൈബ്രേറ്ററി മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ. വൈബ്രേറ്ററി മോഷൻ നമ്മൾ ഇങ്ങനെ സൈൻ കർവും കോസ് കർവും ഒക്കെ ആയിട്ട് വരച്ചിട്ടുണ്ട്. സെയിം തിങ് ആണ്. നമുക്ക് ബേസിക്കായിട്ട് ഈ ഒരു മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഈ പറയുന്ന ടെർമിനോളജി വേണം. ശ്രദ്ധിച്ച് വായിക്കുക. ടൈം പീരീഡ്, ടൈം ഇൻ്റർവെൽ ആഫ്റ്റർ വിച്ച് ദ മോഷൻ റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്. സൈക്കിൾ, മോഷൻ കംപ്ലീറ്റഡ് ഇൻ 1 ടൈം പീരീഡ്. ദിസ് മോഷൻ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സൈക്കിൾ റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്.
frequency number of cycles in 1 second and amplitude is the distance between mean and extreme position. മീനിനെ തന്നെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നും പറയുന്നത്. സോ ടെർമിനോളജീസ് ഓഫ് വൈബ്രേഷൻ ഈസ് ഓവർ. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് വൈബ്രേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ സ്കിപ്പ് ചെയ്യരുത്, ഇതെല്ലാം അതുപോലെ തന്നെ പഠിക്കുക. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്, വി ഹാവ് ടു സ്റ്റഡി ടൈപ്സ് ഓഫ് വൈബ്രേഷൻസ്. ടൈപ്സ് ഓഫ് വൈബ്രേഷൻസിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഫ്രീ വൈബ്രേഷൻസ്. ഓക്കെ, ഫ്രീ വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. രണ്ടെണ്ണമാണ്. ഒന്നെങ്കിൽ ഫ്രീ വൈബ്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആയിരിക്കും. എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഹൗ ഡസ് എ വൈബ്രേറ്ററി മോഷൻ ഒക്കർ എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്താണ്? ആദ്യം ഒരു ഫോഴ്സ് നമ്മൾ കൊടുത്തു, ഡിസ്റ്റർബൻസ് കൊടുത്തു, ഡിസ്പ്ലേസ് ചെയ്തു, എന്നിട്ട് ആ ഫോഴ്സ് റിമൂവ് ചെയ്തു. അതിനുശേഷം ബോഡി ഓസിലേറ്റ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്ത് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇനിഷ്യലി ഈ വൈബ്രേറ്ററി മോഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ് കൊടുത്തതിന് ശേഷം അതിനെ റിമൂവ് ചെയ്തു. ദെൻ നോ ഫോഴ്സസ് ആക്ട് ഓൺ ദ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ ഒരു ഫോഴ്സസും ആക്ട് ചെയ്യുന്നില്ല. വൈബ്രേഷൻ വളരെ നാച്ചുറൽ ആയിട്ടാണ് ഒക്കർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീ ഓർ നാച്ചുറൽ വൈബ്രേഷൻസ്. നാച്ചുറൽ വൈബ്രേഷൻസ്. ഇതിനൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ആഫ്റ്റർ ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ എന്തായാലും ഒരു ഫോഴ്സ് കൊടുക്കണം. ഓക്കെ, ആഫ്റ്റർ ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് നോ എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ട് ഓൺ ദ സിസ്റ്റം. നമ്മുടെ പാർട്ടിക്കിളിൽ എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നില്ല. ദിസ് ഈസ് കോൾഡ് ഫ്രീ വൈബ്രേഷൻസ്. അതിനെ തന്നെയാണ് നമ്മൾ നാച്ചുറൽ വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് whatever frequency the particles vibrate, it is called natural frequency of vibration. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ വിച്ച് ഈസ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. അത് ഓരോ മെറ്റീരിയലിൻ്റെയും പ്രോപ്പർട്ടിയാണ്. ഗ്ലാസ് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ആയിരിക്കില്ല ബ്രിക്ക് വൈബ്രേറ്റ് ചെയ്യുന്നത്, വുഡ് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയിലായിരിക്കില്ല അയൺ വൈബ്രേറ്റ് ചെയ്യുന്നത്. അതെല്ലാം ഓരോ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഫ്രീ ഓർ നാച്ചുറൽ വൈബ്രേഷൻ എന്താണ്? ആഫ്റ്റർ ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെൻ വി റിമൂവ് ദ ഫോഴ്സസ് ദെൻ നോ എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ട് ഓൺ ദ സിസ്റ്റം. അതിനെയാണ് നമ്മൾ നാച്ചുറൽ അല്ലെങ്കിൽ ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഫ്രീ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസിനെയാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഫ്രീ വൈബ്രേഷൻ ക്യാൻ ഒക്കർ ഓൺലി ഇൻ വാക്വം. വാക്വം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫ്രീ വൈബ്രേഷൻ ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ എന്താ, എങ്ങനെ പോയാലും എന്തെങ്കിലും ഫോഴ്സസ് അവിടെ ഉണ്ടാകും, ഫ്രിക്ഷണൽ ഫോഴ്സസ് ഉണ്ടാകും. ഇപ്പോൾ എയറിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ എയർ ഉണ്ട്, അപ്പോൾ എയർ കാരണമുള്ള ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫോഴ്സസ് ഓൾവേസ് വിൽ ആക്ട് ഓൺ ദ ബോഡി. ഫ്രീ ഓർ നാച്ചുറൽ വൈബ്രേഷൻ ഈസ് എ കോൺസെപ്റ്റ് വിച്ച് ഒക്കേഴ്സ് ഇൻ വാക്വം കണ്ടീഷൻസ്. വാക്വത്തിൽ ഫ്രീ ആൻഡ് നാച്ചുറൽ വൈബ്രേഷൻസ് ഉണ്ടാകും. മനസ്സിലായോ? ശ്രദ്ധിച്ചിരിക്കേണ്ടത്, നാച്ചുറൽ ഫ്രീക്വൻസി ഈസ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. എസ്പെഷ്യലി civil engineers and mechanical engineers keep note. This is very important topic for them. അടുത്ത ടൈപ്പ് ഓഫ് വൈബ്രേഷൻ എന്തായിരുന്നു? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താണ്? ആദ്യം ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നു ഒരു ഫോഴ്സ് കാരണം, അതിനുശേഷം വൈബ്രേഷൻ നടക്കുന്നുണ്ട്. എന്നിട്ടെന്താ, ഈ വൈബ്രേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും 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 ഇതിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഊഞ്ഞാലിലെ ആദ്യം നമ്മൾ ഇതിനെ ഇങ്ങനെ വലിച്ചിട്ട് വിടുന്നു, അത് ആടി 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 പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഫ്രീ വൈബ്രേഷൻ. നമ്മൾ അവിടെ നിന്നിട്ട് ഈ ഊഞ്ഞാലിനെ തള്ളി വിട്ടിട്ടുണ്ട്, അത് തിരിച്ച് അതേ പൊസിഷനിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും തള്ളുന്നു, വീണ്ടും 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 ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു ടു കീപ് ദ മോഷൻ ഗോയിങ്. ഈ പറയുന്ന വൈബ്രേറ്ററി മോഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും 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 പീരിയോഡിക് ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അങ്ങനത്തെ വൈബ്രേഷൻസിനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് വെൻ ബോഡീസ് ഓസിലേറ്റ് ഓർ വൈബ്രേറ്റ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് പീരിയോഡിക് എക്സ്റ്റേണൽ ഫോഴ്സ്. ഊഞ്ഞാലിൻ്റെ എക്സാമ്പിൾ ആലോചിക്കുക. ഊഞ്ഞാൽ ഫോഴ്സ് കൊടുക്കുന്നത് പീരിയോഡിക് ആണ് അല്ലേ? നമ്മൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഊഞ്ഞാൽ അവിടെ വരുമ്പോഴാണ് നമ്മൾ തിരിച്ച് ഫോഴ്സ് കൊടുക്കുന്നത്. മോസ്റ്റ്ലി എയ്തർ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഫോഴ്സ് കൊടുക്കും, അല്ലെങ്കിൽ എക്സ്ട്രീം പൊസിഷനിൽ നിന്നും ഫോഴ്സ് കൊടുക്കും. മനസ്സിലായോ? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് കൊടുക്കുന്നില്ല, ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ പീരിയോഡിക് ആയിട്ട് ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈബ്രേഷൻ്റെ ഈ ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയാണ്. എത്ര സമയം കഴിയുമ്പോഴാണ് ഫോഴ്സ് കൊടുക്കുന്നത്, അതേ ഫ്രീക്വൻസിയിലായിരിക്കും ഈ വൈബ്രേഷൻ നടക്കുന്നത്. സോ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഈസ്
based on the type of force acting on the system, it is free or forced vibration. Free vibration എന്താണെന്ന് പറഞ്ഞു, forced vibration എന്താണെന്ന് പറഞ്ഞു. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് വൈബ്രേഷൻ ക്ലാസിഫിക്കേഷൻ എങ്ങനെ പറയാം നമുക്ക്? ഡാംഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ അൺഡാംഡ് വൈബ്രേഷൻ എന്ന് പറയുന്ന വേറൊരു കണ്ടീഷനുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഡാംഡ് വൈബ്രേഷൻ. ഓക്കെ, ഡാംഡ് വൈബ്രേഷൻ. ഇൻ ഡാംഡ് വൈബ്രേഷൻ എന്ത് പറ്റുന്നുണ്ട്? നമ്മുടെ വൈബ്രേറ്ററി മോഷനിൽ ഓൾവേസ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയാം. മേ ബി ഫ്രിക്ഷൻ ആയിരിക്കും. ഓക്കെ, എപ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ റിസൾട്ട് എന്താണ്? നമ്മുടെ വൈബ്രേറ്ററി മോഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. ആംപ്ലിറ്റ്യൂഡ് നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്താണ്? മീൻ പൊസിഷനും എക്സ്ട്രീം പൊസിഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ നമ്മളെ ബോഡി ഇവിടെ നിന്നും വൈബ്രേറ്റ് ചെയ്ത് എക്സ്ട്രീം പൊസിഷനിലെത്തി, തിരിച്ച് വൈബ്രേറ്റ് ചെയ്ത് ഇപ്പുറത്തെ എക്സ്ട്രീം പൊസിഷനിലെത്തി. ഡാമ്പിംഗ് ഉണ്ട്, അതായത് എക്സ്റ്റേണലി ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ എനർജി ലോസ് വരും. അപ്പോൾ എന്ത് പറ്റും? ഇത് തിരിച്ച് വൈബ്രേറ്റ് ചെയ്ത് നേരത്തെ അത്രയും എക്സ്ട്രീം പൊസിഷനിലേക്ക് എത്തില്ല. ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞ് ഫൈനലി വൈബ്രേഷൻ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഫ്രീ വൈബ്രേഷൻ ഒരിക്കൽ തുടങ്ങി വിട്ട് കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റ്ലി അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഡാംഡ് വൈബ്രേഷൻ എന്ത് പറ്റും? ഫ്രിക്ഷൻ ഉള്ളത് കാരണം വൈബ്രേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. ഇപ്പം ഞാൻ ഇതിനെ ചരിച്ച് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് ഫൈനലി വൈബ്രേഷൻ സ്റ്റോപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡാംഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. In damped vibration, reduction of amplitude occurs due to loss of energy in overcoming friction. എനർജി ലൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി അൺഡാംഡ് വൈബ്രേഷൻ ആണെങ്കിലോ അതിൽ എക്സ്റ്റേണലി ഈ പറയുന്ന എനർജി ലോസസ് ഇല്ല. ഫ്രിക്ഷനെ ഓവർകം ചെയ്യേണ്ട, ബിക്കോസ് ദർ ഈസ് നോ ഫ്രിക്ഷൻ. അപ്പോൾ എന്ത് പറ്റും? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് ചേഞ്ചസ് ഒന്നും വരത്തില്ല. ആംപ്ലിറ്റ്യൂഡ് ഇനിഷ്യലി എത്ര ആംപ്ലിറ്റ്യൂഡ് ഉണ്ടോ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോകും. സോ ദിസ് ഈസ് ദ ബേസിക് ക്ലാസിഫിക്കേഷൻ: ഫോഴ്സ്ഡ് വൈബ്രേഷൻ, ഫ്രീ വൈബ്രേഷൻ, ഡാംഡ് വൈബ്രേഷൻ, അൺഡാംഡ് വൈബ്രേഷൻ. ടൈപ്സ് ഓഫ് ഫോഴ്സസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വൈബ്രേഷനെ 4 ഡിവൈഡ് ചെയ്തു: ഫ്രീ, ഫോഴ്സ്ഡ്, ഡാംഡ്, അൺഡാംഡ്. ഇനി ടൈപ്പ് ഓഫ് മോഷൻ, ഡയറക്ഷൻ ഓഫ് മോഷനെ ബേസ് ചെയ്തിട്ട് വൈബ്രേഷനെ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. അത് ഒന്ന് നോക്ക്. ആദ്യം ലോഞ്ചിറ്റ്യൂഡിനൽ, ട്രാൻസ്വേഴ്സ്, ടോർഷണൽ. നിങ്ങൾ എക്സാമിന് ടൈപ്പ് ഓഫ് വൈബ്രേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ എഴുതുക. ഡിപ്പെൻഡിങ് അപ്പോൺ ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം, എന്താണ്? വൈബ്രേഷൻസ് ക്യാൻ ബി ഫോഴ്സ്ഡ്, ഫ്രീ, ഡാംഡ് ആൻഡ് അൺഡാംഡ്. ഡിപ്പെൻഡിങ് അപ്പോൺ ടൈപ്പ് ഓഫ് മോഷൻ ഓർ ഡയറക്ഷൻ ഓഫ് മോഷൻ, വൈബ്രേഷൻസ് ക്യാൻ ബി ലോഞ്ചിറ്റ്യൂഡിനൽ, ട്രാൻസ്വേഴ്സ് ഓർ ടോർഷണൽ. ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ ആക്സിസ് ഇതാണ്. ഓക്കെ, വൈബ്രേഷൻസ് ഒക്കേഴ്സ് ഇൻ ദിസ് ഡയറക്ഷൻ. ആക്സിസിന് പാരലായിട്ടാണ് വൈബ്രേഷൻസ് നടക്കുന്നതെങ്കിൽ, പാർട്ടിക്കിൾ ഇങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു. ആക്സിസിന് പാരലായിട്ടാണ് വൈബ്രേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഞാനിങ്ങനെ ഒരു റോഡ്, അതിൻ്റെ എൻഡിലൊരു മാസ്, ഇങ്ങനൊരു ഡിവൈസ് കൺസ്ട്രക്ട് ചെയ്തെന്ന് വെച്ചോ. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഇതിനെ താഴേക്ക് ഒരു ഫോഴ്സ് യൂസ് ചെയ്ത് പുൾ ചെയ്തതിന് ശേഷം ഞാൻ റിമൂവ് ചെയ്ത് ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇത് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ വൈബ്രേറ്റ് ചെയ്യും. എലോങ് ദ ലെങ്ത് അല്ലേ? ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. ഇനി അടുത്തത് ട്രാൻസ്വേഴ്സ് എന്താണ്? ഇതാണ് ആക്സിസ് എങ്കിൽ വൈബ്രേഷൻ ഈ ഡയറക്ഷനിലാണ്, ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലാണ്, പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതേ ഒബ്ജക്റ്റിൽ നമ്മൾ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ എങ്ങനെ കാണിക്കും? ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ആണെങ്കിൽ നേരത്തെ അതേ റോഡാണ്, അതിൻ്റെ എൻഡിൽ ഒരു മാസ് ഉണ്ട്, ഞാൻ ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് റിമൂവ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? പാർട്ടിക്കിൾസ് ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. ഇനി അടുത്തത് ടോർഷണലാണ്. ടോർഷണൽ എങ്ങനെയാണ്? ഇതാണ് ആക്സിസിന് ചുറ്റും പാർട്ടിക്കിളിനെ ഞാനിങ്ങനെ ഒരു ട്വിസ്റ്റ് കൊടുത്തതിന് ശേഷം ഞാൻ റിമൂവ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റും? ആ ആക്സിസിന് ചുറ്റും സർക്കുലാർ പാത്തിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. സെയിം തിങ്, ദിസ് ഈസ് ദ ആക്സിസ്. വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് ഞാൻ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൊടുത്തു, എന്നിട്ട് റിമൂവ് ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ടോർഷണൽ വൈബ്രേഷൻ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് വൈബ്രേഷൻസ് ഉറപ്പാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. 2 ടൈപ്പാണ്. ഒന്ന് ഡിപ്പെൻഡിങ് അപ്പോൺ ടൈപ്പ് ഓഫ് ഫോഴ്സസ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് മോഷൻ. ടൈപ്പ് ഓഫ് ഫോഴ്സസിൽ ഫ്രീ, ഫോഴ്സ്ഡ്, ഡാംഡ്, അൺഡാംഡ്. ഇവിടെയോ ടൈപ്പ് ഓഫ് മോഷൻ ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ, ട്രാൻസ്വേഴ്സ് ആൻഡ്
ടോഷണൽ. ഇനി ഹയർ ക്ലാസ്സസിൽ പോകുമ്പോഴത്തേക്കും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ് പഠിക്കുന്ന എന്താണ്? ഫ്രീ, ഫോഴ്സ്ഡ്, ഡാംഡ്, അൺഡാംഡ്, ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻസും കൂടി വരും. നമുക്ക് അതൊന്നും പഠിക്കേണ്ട, നമുക്ക് ടൈപ്സ് മാത്രം പഠിച്ചാൽ മതി. ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞല്ലോ, നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാം. നമ്മൾ പീരിയോഡിക് മോഷൻ, വൈബ്രേറ്ററി മോഷനൊക്കെ പറഞ്ഞു. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷനും ഒരു ടൈപ്പ് ഓഫ് വൈബ്രേഷനാണ്, ഒരു ടൈപ്പ് ഓഫ് പീരിയോഡിക് മോഷനാണ്. പക്ഷേ എല്ലാ വൈബ്രേറ്ററി മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷനാണോ? അല്ല. ഒരു പീരിയോഡിക് മോഷന് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആകാനായിട്ട് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. 2 കണ്ടീഷനാണുള്ളത്. എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇമാജിൻ ദിസ്. നമ്മുടെ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയം പൊസിഷനിലിരിക്കുന്നു. അതിനെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത് എക്സ്ട്രീം പൊസിഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഈ പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ്? നമ്മളൊരു ഫോഴ്സ് ഇതിലോട്ട് കൊടുത്തിട്ട് വൈബ്രേറ്ററി മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മീൻ പൊസിഷനിലേക്ക് ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ട്, അല്ലേ? ഇലാസ്റ്റിക് ഫോഴ്സ് നമ്മൾ പറഞ്ഞു, റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റിൽ എന്തുണ്ട്? ഇനേർഷ്യ ഫോഴ്സ് ഉണ്ട്. ഇനേർഷ്യ ഫോഴ്സാണ് F=ma, ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇനേർഷ്യ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആണുള്ളത്. ഒന്ന് റീസ്റ്റോറിങ് ഫോഴ്സ്, ഒബ്ജക്റ്റിനെ തിരിച്ച് അതിൻ്റെ ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരുന്ന ഫോഴ്സ്. പിന്നെ ഈ മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന ഇനേർഷ്യ ഫോഴ്സ്. ഇത് രണ്ടുമാണ് ഒരു ഓസിലേറ്റിംഗ്, വൈബ്രേറ്റിംഗ് പാർട്ടിക്കിളിന് ഉണ്ടാകുന്ന ഫോഴ്സസ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ഇതാണ്: ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു ദി displacement of the particle from its equilibrium position. Of the particle from its equilibrium position. അതായത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്, അത് ഷുഡ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. എക്സ് എന്താണ്? ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും എത്ര ഡിസ്പ്ലേസ് ചെയ്തു എന്നുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുന്തോറും റീസ്റ്റോറിംഗ് ഫോഴ്സും കൂടണം, അല്ലേ? കുറച്ച് മാത്രമാണ് ഡിസ്റ്റർബൻസ് ഉള്ളതെങ്കിൽ കുറച്ച് റീസ്റ്റോറിംഗ് ഫോഴ്സ്, ഒരുപാട് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സും അതിനനുസരിച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണലായിട്ട് ഇൻക്രീസ് ചെയ്യണം. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷനോ? ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഷുഡ് ബി directed towards the equilibrium position. 2 കണ്ടീഷനേ ഉള്ളൂ. ഒന്ന്, എന്തായാലും അതിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും അതിനെ സെൻട്രലിലോട്ട് കൊണ്ടുവരുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സാണ്. 2 കണ്ടീഷൻ പറയുന്നത് എന്താണ്? റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഷുഡ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഷുഡ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഡിസ്പ്ലേസ്മെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സും കൂടണം. രണ്ടാമത്തെ കണ്ടീഷൻ, റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും ടുവേർഡ്സ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ ആയിരിക്കണം. ഇത് ഇക്വിലിബ്രിയം പൊസിഷൻ ആണെങ്കിൽ പാർട്ടിക്കിൾ കറന്റ് ഇവിടെയാണെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ടുവേർഡ്സ് ഇക്വിലിബ്രിയം ആയിരിക്കണം. പാർട്ടിക്കിൾ ഇവിടെയാണെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ടുവേർഡ്സ് ദ ഇക്വിലിബ്രിയം ആയിരിക്കണം. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ പീരിയോഡിക് മോഷൻ ക്യാൻ ബി സെഡ് ടു ബി എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഈ 2 ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? FR റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x. എന്തുകൊണ്ടാണെന്ന് അറിയാം. റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഷുഡ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കണം? ഓപ്പോസിറ്റ് ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ്, എപ്പോഴും ടുവേർഡ്സ് ദി ഇക്വിലിബ്രിയം പൊസിഷൻ ആയിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ മാറ്റി ഒരു കോൺസ്റ്റൻറ്റ് ഇട്ടു -k/x. ഈ k എന്താണ്? ഈ kനെ നമ്മൾ സ്റ്റിഫ്നെസ് ഓഫ് ദ മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. സ്റ്റിഫ്നെസ് ഓഫ് ദ മെറ്റീരിയൽ. എന്ത് ഒബ്ജക്റ്റ് ആണോ എടുക്കുന്നത് അതിൻ്റെ മെറ്റീരിയലിൻ്റെ സ്റ്റിഫ്നെസ് ആണ്. ദിസ് ഈസ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ഗോയിങ് ടു അപ്ലൈ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എന്താണ്? സിഗ്മ F equal to ma. Total forces acting on the system is equal to inertia forces. അപ്പോൾ total forces acting on the system ഇത് മാത്രമേ ഉള്ളൂ. k into x equal to mass into acceleration. ആക്സിലറേഷന് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഡിസ്പ്ലേസ്മെൻറ്റ് x ആണെങ്കിൽ dx by dt velocity, d square x by dt square acceleration. So this equation will become d square x by dt square, ഇതിനെ ഞാൻ ഇങ്ങ് കൊണ്ടുവന്നു, പ്ലസ് k by m x ഈക്വൽ ടു 0. മനസ്സിലായോ? ഈ എമ്മിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് ഡിനോമിനേറ്ററിലാക്കി -kx RHS വന്നപ്പോൾ അത് പോസിറ്റീവായി. ഈ ഇക്വേഷനെ നമുക്ക് ഫർദർ സിംപ്ലിഫൈ ചെയ്യാം. d square x by dt square പ്ലസ് omega n square x ഈസ് ഈക്വൽ ടു 0 ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇതിൻ്റെ ഡെറിവേഷൻ പലതവണ ചോദിക്കാറുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും?
എങ്ങനെയാണ് ഒരു പീരിയോഡിക് മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആകുന്നത് എന്നുള്ള 2 കണ്ടീഷൻ എഴുതുക, അതിൽ നിന്നും FRൻ്റെ വാല്യൂ കണ്ടെത്തുക, എന്നിട്ട് ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്ത് നമുക്ക് ഡിറൈവ് ചെയ്യുക. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ഒമേഗ എൻ? ഒമേഗ എൻ ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷനിൽ നിന്നും √k/m and it is called natural frequency of vibration. Natural frequency of vibration അല്ലെങ്കിൽ ഫ്രീ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി ഓഫ് ഫ്രീ വൈബ്രേഷൻസ്. നാച്ചുറൽ ഫ്രീക്വൻസി ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ശ്രദ്ധിച്ച് കേൾക്കുക, സാധാരണ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്? ഹേർട്സ് ആണ് അല്ലേ? 1/ടൈമാണ്. ഇത് റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇൻ എനി ക്വസ്റ്റ്യൻ നമുക്ക് സാധാരണ ഫ്രീക്വൻസി ഇൻ ടേംസ് ഓഫ് ഹേർട്സ് ആണ് തന്നിട്ടുള്ളെങ്കിൽ ഒമേഗ എൻ ഈസ് ഈക്വൽ ടു 2π × f. 2π എന്താണ്? 2π എന്താണ്? റേഡിയൻസ് ആണ് അല്ലേ? 2π റേഡിയൻസ്. അതെങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ ഓഫ് SHM ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദി സൊല്യൂഷൻ ഓഫ് ഇറ്റ്. ഈ ഇക്വേഷൻ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ഇതിൻ്റെ സൊല്യൂഷനും കൂടി കണ്ടുപിടിക്കണം. എങ്ങനെയാണെന്ന് നോക്കാം. d²x/dt² പ്ലസ് ഒമേഗ n² x ഈക്വൽ ടു 0. ശ്രദ്ധിച്ച് കേൾക്കുക, ഒമേഗ n നാച്ചുറൽ ഫ്രീക്വൻസി മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു. ആ ഇക്വേഷൻ നോക്കൂ, √k/m. k എന്താണ്? ഇറ്റ് ഈസ് എ stiffness of the material which is a material property. m എന്താണ്? mass of the material which is a material property. അപ്പോൾ omega n depends on the material, so it is a material property. ഗ്ലാസിൻ്റെ ഫ്രീക്വൻസി വേറെ ആയിരിക്കും, കോൺക്രീറ്റിൻ്റെ ഫ്രീക്വൻസി വേറെ ആയിരിക്കും. ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ശരി, ഇനി ഈ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ബൈ 2dx/dt. എന്തിനാണെന്ന് പറഞ്ഞുതരാം. 2dx/dt ഇൻറ്റു d²x/dt² പ്ലസ് 2x dx/dt ഒമേഗ n² ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ലെറ്റ് us see. ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? dx/dt ദ ഹോൾ സ്ക്വയർ, അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2dx/dt ഇൻറ്റു d²x/dt² അല്ലേ? അത് കിട്ടി. സിമിലർലി ഇവിടെ x² ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും? 2x dx/dt. കണ്ടോ? 2x dx/dt. 2 ഇൻറ്റു dx ഇൻറ്റു d²x/dt². അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് dx/dt ദ ഹോൾ സ്ക്വയർ പ്ലസ് x² ഒമേഗ n² ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ ഇൻ്റഗ്രലും ഡെറിവേറ്റീവും കൂടി ക്യാൻസൽ ചെയ്തിട്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫൈനൽ സൊല്യൂഷൻ ഇങ്ങനെ കിട്ടി. dx/dt the whole square plus omega n² x² equal to constant of integration. കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇനി നമുക്ക് എന്താ? കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, dx/dt ഈസ് വെലോസിറ്റി നമുക്കറിയാം. നമ്മൾ എന്താ ചെയ്യുന്നത്? SHM ആണ്. ദിസ് ഈസ് അവർ ഇക്വിലിബ്രിയം പൊസിഷൻ 1. ഈ 1 എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നും എക്സ്ട്രീം പൊസിഷൻ 2ലേക്ക് പോകുന്നു പാർട്ടിക്കിൾ. അതിനുശേഷം തിരിച്ച് വരുന്നു, തിരിച്ച് എക്സ്ട്രീം പൊസിഷൻ 3ലേക്ക് പോകുന്നു. വി നോ ദാറ്റ് എന്താണ്? ഒരു പെൻഡുലത്തിൻ്റെ എക്സാമ്പിൾ എടുക്കുക. ഇനിഷ്യൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഇത് ഇങ്ങനെ പോയി റെസ്റ്റിലെത്തിയിട്ട് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരുന്നു അല്ലേ? സോ വെലോസിറ്റി കീപ്സ് ഓൺ ഡിക്രീസിങ്. ഇറ്റ് വിൽ റീച്ച് 0 അറ്റ് ദി എക്സ്ട്രീം പൊസിഷൻ, ദെൻ ഇറ്റ് വിൽ കം ബാക്ക് ആൻഡ് റീച്ച് ദി ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലേ? അപ്പോൾ ഒരു SHM-ൽ മാക്സിമം വെലോസിറ്റി എവിടെയായിരിക്കും? മാക്സിമം വെലോസിറ്റി ഇക്വിലിബ്രിയം പൊസിഷനിലായിരിക്കും. ഓക്കെ, മിനിമം വെലോസിറ്റി 0 വെലോസിറ്റി എവിടെയായിരിക്കും? എക്സ്ട്രീം പൊസിഷനിൽ. 0 വെലോസിറ്റി, ഇക്വിലിബ്രിയം പൊസിഷനിൽ മാക്സിമം വെലോസിറ്റി. ആക്സിലറേഷൻ വരുമ്പോഴോ നേരെ ഓപ്പോസിറ്റ്. ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്രയാണ് ആക്സിലറേഷൻ? 0. എക്സ്ട്രീം പൊസിഷനിൽ എത്രയാണ് മാക്സിമം ആക്സിലറേഷൻ? ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അറ്റ് എക്സ് ഈക്വൽ ടു എ. എ എന്താണ്? എക്സ്ട്രീം പൊസിഷൻ. എ ഈസ് കോൾഡ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വൈബ്രേഷൻ. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് അറ്റ് എക്സ് ഈക്വൽ ടു എ, വെലോസിറ്റി ഈക്വൽ ടു 0. മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എത്തിയപ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ വെലോസിറ്റി 0 ആണ്. dx/dt ആണ് വെലോസിറ്റി. (0) പ്ലസ് ഒമേഗ n² a² ഈക്വൽ ടു c1. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എത്ര കിട്ടി? a² ഒമേഗ n². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇക്വേഷനിൽ. dx/dt ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു c1 മൈനസ് ഒമേഗ n². c1 മൈനസ് ഒമേഗ n²
x square. So that will become omega n square into a square minus x square. ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ്. ഇക്വേഷൻ എന്താണ്? ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇനി ഇതിൻ്റെ റൂട്ട് എടുത്ത് എൽ എച്ച് എസിലും ആർ എച്ച് എസിലും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ വി ഗെറ്റ് ഡി എക്സ് ബൈ ഡി ടി വിച്ച് ഈസ് വെലോസിറ്റി. ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഒമേഗ എൻ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ റേസ് ടു 1/2, അല്ലെങ്കിൽ നമുക്കിങ്ങനെ റൂട്ട് ഇടാം. dx by dt equal to plus or minus omega n into root under a square minus x square. This is the equation for velocity. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. ആക്സിലറേഷൻ്റെ ഇക്വേഷനാണ് ഇതാ കിടക്കുന്നത് അല്ലേ. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഏതായിരുന്നു? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ് ആക്സിലറേഷൻ, ഈക്വൽ ടു മൈനസ് ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു എക്സ്. ഇതാണ് ആക്സിലറേഷൻ. നമ്മൾ അതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിച്ചു. ഇനി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. എന്താണ്? ഈ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. വേരിയബിൾ സെപ്പറേബിൾ മെത്തേഡിൽ എന്ത് ചെയ്തു നമ്മൾ? റൂട്ട് അണ്ടർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഓർ മൈനസിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു, ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു ഡി ടി. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ 1/റൂട്ട് അണ്ടർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്തിൻ്റെയാണ്? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ആ ഫോർമുല നമുക്കറിയാം. സോ വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ ആസ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഈക്വൽ ടു ഒമേഗ എൻ ടി. ഓക്കെ, അല്ലെങ്കിൽ എന്ത് കിട്ടും? കോസ് ഇൻവേഴ്സ് അല്ലേ. കോസ് ഇൻവേഴ്സ് എക്സ് ബൈ എ ഈക്വൽ ടു ഒമേഗ എൻ ടി എന്ന് കിട്ടും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാം. വിൽ ഗെറ്റ് എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ എൻ ടി അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ എൻ ടി. ദിസ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എസ് എച്ച് എം. സിമ്പിളാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഇക്വേഷൻസ് എല്ലാം കൂടി കമ്പൈൽ ചെയ്ത് എഴുതാൻ പോവാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്താണ്? എ സൈൻ ഒമേഗ എൻ ടി അല്ലെങ്കിൽ ഓർ എ കോസ് ഒമേഗ എൻ ടി. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഡി എക്സ് ബൈ ഡി ടി ആണ്. ഈസ് ഈക്വൽ ടു, മുകളിൽ പോകൂ, എവിടെ കിടപ്പുണ്ട്? ഇതാണ് അല്ലേ. വി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഒമേഗ എൻ ഇൻറ്റു റൂട്ട് അണ്ടർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താണ്? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു എക്സ്. ഈ 3 ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എസ് എച്ച് എമ്മിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അഡീഷണൽ ഇക്വേഷൻ എന്താ? ഒമേഗ എൻ കണ്ടുപിടിക്കാൻ ഒന്നുകിൽ 2πf എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യും, അല്ലെങ്കിൽ 2π ബൈ ടൈം പീരീഡ് എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യും. അത് 2π എവിടെ നിന്ന് വന്നു എന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇക്വേഷൻ നോക്ക്. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സൈൻ അല്ലെങ്കിൽ കോസ്. സൈൻ അല്ലെങ്കിൽ കോസ് ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ സൈൻ കർവ് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സൈൻ കർവ് വരുന്നത്. ദിസ് ഈസ് 1 സൈക്കിൾ അല്ലേ. ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. 0 മുതൽ എക്സ്ട്രീമിൽ പോയി തിരിച്ച് 0യിൽ വന്നു, ഓപ്പോസിറ്റ് സൈഡിലെ എക്സ്ട്രീമിൽ പോയി തിരിച്ച് 0യിൽ വന്നു. ഇതാണ് ഒരു സൈക്കിൾ. നമ്മൾ തീറ്റ മെഷർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ തീറ്റ π/2 π 3π/2 2π. 0 to 2π ആണ് ഒരു സൈക്കിൾ. ഓക്കെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് 0 to 2π ആണ്. അപ്പോൾ ഈ 0 to 2π ട്രാവൽ ചെയ്യാൻ, 0 to 2π ഡിസ്പ്ലേസ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ഒരു ടൈം പീരീഡ് അല്ലേ. ടൈം പീരീഡ്. ഈ ടൈം പീരീഡിൽ 0 to 2π പോകും. അപ്പോൾ ഫ്രീക്വൻസി എത്രയാണ്? ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്തു. ദെയർഫോർ 2π ബൈ ടൈം പീരീഡ്. അങ്ങനെയാണ് ഒമേഗ എൻ ഈക്വൽ ടു 2π ബൈ ടൈം പീരീഡ് അല്ലെങ്കിൽ 2π ഇൻറ്റു ഫ്രീക്വൻസി എന്ന് പറയുന്ന ഫോർമുല വന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ആകെ ക്യാച്ച് എന്ന് പറയുന്നത് 2 ഇക്വേഷൻ ഉണ്ട് അല്ലേ. എക്സിന് എ സൈൻ ഒമേഗ എൻ ടി അല്ലെങ്കിൽ എ കോസ് ഒമേഗ എൻ ടി എന്ന് പറയുന്ന ഫോർമുല ഉണ്ട്. അത് ഈ സൈൻ കർവ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ദിസ് ഈസ് സൈൻ കർവ്, ദിസ് ഈസ് കോസ് കർവ് അല്ലേ. ഇത് കോസ് കർവാണ്. ഓക്കെ, അപ്പോൾ ഇഫ് യു ആർ സ്റ്റാർട്ടിങ് അവർ മെഷർമെൻറ്റ്, ടൈം മെഷർമെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷനിലാണെങ്കിൽ, അതായത് 0 എക്സ് ഈക്വൽ ടു 0യിൽ നിന്നാണ് നമ്മൾ ടൈം മെഷർ ചെയ്യുന്നതെങ്കിൽ വി യൂസ് സൈൻ കർവ്. ഓക്കെ, ഇഫ് നമ്മുടെ ടൈം ഈക്വൽ ടു 0, ടൈം 0 ആകുമ്പോൾ ഓൾറെഡി അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടെങ്കിൽ, എക്സ്ട്രീം പൊസിഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ് കർവ് എടുക്കുന്നു. കോസൈൻ കർവ്. ഓക്കെ, എന്താണ്? വെൻ ടൈം ഈക്വൽ ടു 0,
ടൈം ഈക്വൽ ടു 0 പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എന്താണ് നമ്മൾ എടുക്കുന്നത്? സൈനിൻ്റെ ഇക്വേഷൻ എടുക്കും, എ സൈൻ ഒമേഗ എൻ ടി. വെൻ ടൈം ഈക്വൽ ടു 0 പാർട്ടിക്കിൾ എക്സ്ട്രീം ലൊക്കേഷനിലാണെങ്കിൽ നമ്മൾ കോസിൻ്റെ ഇക്വേഷൻ എടുക്കും. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും. ഇത് പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ ഒന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ നോക്കുക. എ ബോഡി മൂവിംഗ് വിത്ത് SHM ഹാസ് ആൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 1 meter ആൻഡ് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഈസ് 2 seconds. Find the velocity and acceleration of the body when time equal to 0.4 seconds. ക്വസ്റ്റ്യനിൽ ഇത് ശ്രദ്ധിക്കുക. എന്താ തന്നിട്ടുള്ളത്? ടൈം ഈസ് മെഷേർഡ് ഫ്രം ദ മീൻ പൊസിഷൻ. അതായത് ടൈം മെഷർ ചെയ്യുന്നത് ബോഡി മീൻ പൊസിഷനിലായിരിക്കുമ്പോഴാണ്. ദാറ്റ് ഈസ് ടി ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് വി ടേക്ക് സൈൻ ഇക്വേഷൻ. സൈൻ ഇക്വേഷൻ എടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി, വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു റൂട്ട് അണ്ടർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. ഫൈനലി ആക്സിലറേഷൻ ഈക്വൽ ടു മൈനസ് ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു എക്സ്. ഈ 3 ഇക്വേഷനാണ് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ആദ്യം ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വൈബ്രേഷൻ തന്നിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ 1 meter ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുള്ള? ടൈം പീരീഡ് തന്നിട്ടുണ്ട്. ടൈം പീരീഡ് ഈസ് 2 seconds. അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിച്ചൂടെ? 2π ബൈ ടൈം പീരീഡ് ഈക്വൽ ടു 2π ബൈ 2π റേഡിയൻസ് പെർ സെക്കൻഡ്. ഇക്വേഷൻ സിംപ്ലിഫൈഡ് ആയില്ലേ? എന്ത് കിട്ടി? വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ. ഒമേഗ എത്രയാ? പൈ ഇൻറ്റു റൂട്ട് അണ്ടർ എ സ്ക്വയർ. എ എത്രയാ? 1 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അടുത്തത് ആക്സിലറേഷൻ എത്രയാണ്? മൈനസ് ഒമേഗ എൻ പൈ സ്ക്വയർ ഇൻറ്റു എക്സ്. ഓക്കെ, ഇനി അടുത്ത എക്സിൻ്റെ ഇക്വേഷനോ? എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. എ എത്രയാണ്? 1 സൈൻ ഒമേഗ പൈ ടി. ഓക്കെ, അപ്പോൾ വെൻ അറ്റ് ടൈം ഈക്വൽ ടു 0.4 seconds എക്സ് ഈക്വൽ ടു സൈൻ പൈ ഇൻറ്റു 0.4. എത്ര കിട്ടും? ശ്രദ്ധിക്കണം, ഓൾവേസ് ഇൻ റേഡിയൻസ്. പൈ എന്നൊക്കെ കാണുമ്പോൾ ഇത് റേഡിയൻസിലാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരണം. കാൽക്കുലേറ്ററിൽ റേഡിയൻസും ഡിഗ്രിയും മാറിക്കിടപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. SHM സോൾവ് ചെയ്യുമ്പോൾ ഓൾവേസ് യൂസ് റേഡിയൻസ്. ഓക്കെ, വിൽ ഗെറ്റ് എക്സ് ഈക്വൽ ടു 0.951 meters. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വെലോസിറ്റി ഈക്വൽ ടു പൈ ഇൻറ്റു റൂട്ട് അണ്ടർ 1 മൈനസ് എക്സ് സ്ക്വയർ 0.951 സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.9708 meter per second. ആൻഡ് ആക്സിലറേഷൻ ഈക്വൽ ടു എവിടെ? ആക്സിലറേഷൻ മൈനസ് പൈ സ്ക്വയർ ഇൻറ്റു എക്സ്. മൈനസ് പൈ സ്ക്വയർ ഇൻറ്റു എക്സ് എത്രയാണ്? 0.951. അപ്പോൾ എത്ര കിട്ടി? 9.386 meter per second square എന്ന് കിട്ടി. ഇത്രയും സിമ്പിളാണ് പ്രോബ്ലംസ്. ആകെ എത്ര ഇക്വേഷൻസ് വേണം? 3 ഇക്വേഷൻ അല്ലേ? 3 അല്ല, ഈ 3 ഇക്വേഷൻ വേണം. പിന്നെ ഒമേഗ എൻ ഈക്വൽ ടു 2π ബൈ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു ഫ്രീക്വൻസി എന്ന് പറയുന്ന ഇക്വേഷൻ. 4 ഇക്വേഷൻ ഉണ്ടെങ്കിൽ SHMലെ എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. നമുക്ക് വേറൊരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. എ പാർട്ടിക്കിൾ മൂവിംഗ് വിത്ത് SHM ഹാസ് വെലോസിറ്റീസ് 8 meter per second ആൻഡ് 4 meter per second വെൻ അറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് 1 meter ആൻഡ് 2 meter ഫ്രം ദ മീൻ പൊസിഷൻ. ഡിറ്റർമിൻ ദി ആംപ്ലിറ്റ്യൂഡ്, ടൈം പീരീഡ്, മാക്സിമം വെലോസിറ്റി ആൻഡ് മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. ആദ്യമേ SHMൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ എന്ത് എഴുതി വെക്കണം? ആ 4 ഫോർമുലാസ് എഴുതി വെക്കണം. ഏതാണ് ഫോർമുല? ഒമേഗ എൻ ഈസ് ഈക്വൽ ടു 2π ബൈ ടൈം പീരീഡ്, ആദ്യത്തെ ഫോർമുല. അടുത്ത ഏതാ? ആക്സിലറേഷൻ ഈക്വൽ ടു മൈനസ് ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു എക്സ്. അത് കഴിഞ്ഞ് വെലോസിറ്റിയോ? വെലോസിറ്റി എത്രയാണ്? ഒമേഗ എൻ ഇൻറ്റു റൂട്ട് അണ്ടർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, വെയർ എ ഈസ് ദി ആംപ്ലിറ്റ്യൂഡ്. എക്സ്ട്രീം പൊസിഷനിലെ ആംപ്ലിറ്റ്യൂഡ്, എക്സ് എന്ന് പറയുന്നത് എനി പർട്ടിക്കുലർ ടൈമിലെ ഡിസ്പ്ലേസ്മെൻറ്റ്. ശരി, ഇനി എത്രയാണ്? എക്സ്. എക്സ് എത്രയാണ്? എ സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ എ കോസ് ഒമേഗ എൻ ടി. ഇത് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? വെൻ ടൈം ഈക്വൽ ടു 0, എക്സ് 0 ആണെങ്കിൽ നമ്മൾ സൈൻ എടുക്കും. ടൈം ഈക്വൽ ടു 0, എക്സ് എക്സ്ട്രീം പൊസിഷനിലാണെങ്കിൽ നമ്മൾ കോസ് എടുക്കും. വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് വരുന്നില്ല. ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? എ പാർട്ടിക്കിൾ മൂവിംഗ് വിത്ത് SHM ഹാസ് വെലോസിറ്റി ഓഫ് 8 meter per second ആൻഡ് 4 meter per second വെൻ അറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് 1 meter ആൻഡ് 2 meters. ഓക്കെ, തന്നിക്കുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു 1 meter, വെലോസിറ്റി ഈക്വൽ ടു 8 meter per second. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ സെക്കൻഡ് വെലോസിറ്റിയുടെ ഇക്വേഷനിൽ 8 meter per second ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു റൂട്ട് അണ്ടർ
എ സ്ക്വയർ മൈനസ് എക്സിന് പകരം 1 കൊടുക്കാം, 1 സ്ക്വയർ. ഓക്കെ, അടുത്തതോ അറ്റ് എക്സ് ഈക്വൽ ടു 2 മീറ്റേഴ്സ് വെലോസിറ്റി ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ്. 4 മീറ്റർ പെർ സെക്കൻഡ്. വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 മീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു റൂട്ട് അണ്ടർ എ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ 4. ഇക്വേഷൻ 1, ഇക്വേഷൻ 2. 1 ഡിവൈഡ് ബൈ 2 ചെയ്യാമല്ലോ. 1 ഡിവൈഡ് ബൈ 2, 8/4 ഈസ് ഈക്വൽ ടു റൂട്ട് അണ്ടർ എ സ്ക്വയർ മൈനസ് 1 ബൈ എ സ്ക്വയർ മൈനസ് 4. 8/4 എത്രയാണ്? 2. രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യാം. 8/4 2 സ്ക്വയർ 4 ഇൻറ്റു എ സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 1. 4a സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? 4 മൈനസ് 1 3a സ്ക്വയർ ഈക്വൽ ടു 16 മൈനസ് 1 15. എ സ്ക്വയർ ഈക്വൽ ടു 5. ദാറ്റ് ഇംപ്ലൈസ് എ ഈക്വൽ ടു റൂട്ട് 5 മീറ്റേഴ്സ്. ആംപ്ലിറ്റ്യൂഡ് കിട്ടിയില്ലേ? ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് കിട്ടി. ഓക്കെ, ഇനി എന്താ നമുക്ക് വേണ്ടത്? ടൈം പീരീഡ് വേണം. ഓക്കെ, ടൈം പീരീഡ് വേണം, മാക്സിമം വെലോസിറ്റി വേണം, മാക്സിമം ആക്സിലറേഷൻ വേണം. നോക്കാം. വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു റൂട്ട് അണ്ടർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ആ ഇക്വേഷനിൽ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്തായിരുന്നു? 8 ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു റൂട്ട് അണ്ടർ എ സ്ക്വയർ മൈനസ് 1. എൻ്റെ വാല്യൂ നമുക്കിപ്പോൾ അറിയില്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഒമേഗ എൻ ഈക്വൽ ടു എ സ്ക്വയർ ഈസ് 5 മൈനസ് 1 ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു 5 മൈനസ് 1 4. 4ൻ്റെ റൂട്ട് 2. സോ ഒമേഗ എൻ ഈക്വൽ ടു 4 റേഡിയൻസ് പെർ സെക്കൻഡ്. അടുത്ത കാര്യം കിട്ടിയില്ലേ? ഒമേഗ എന്നും കിട്ടി. ഒമേഗ എന്നിൻ്റെ ഫോർമുല എന്തായിരുന്നു? ഒമേഗ എൻ ഈക്വൽ ടു 2π ബൈ ടൈം പീരീഡ്. ദാറ്റ് ഇംപ്ലൈസ് ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ. 2π ഒമേഗ എത്രയാ? 4 ആണെന്ന് കിട്ടി, ഈക്വൽ ടു π/2 സെക്കൻഡ്സ്. ടൈം പീരീഡ് ഓഫ് ഓസിലേഷനും കിട്ടി, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് കിട്ടി, ടൈം പീരീഡ് കിട്ടി. ഇനി എന്താ? മാക്സിമം വെലോസിറ്റി, മാക്സിമം ആക്സിലറേഷൻ. ഈസിയാണ് അല്ലേ? ഈസിയാണ്. എന്താണ് വെലോസിറ്റിയുടെ ഫോർമുല? വീണ്ടും എഴുതുക. ഒമേഗ എൻ ഇൻറ്റു റൂട്ട് അണ്ടർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അറ്റ് എക്സ് ഈക്വൽ ടു 0 വെലോസിറ്റി ഈക്വൽ ടു മാക്സിമം വെലോസിറ്റി. ആ കോൺസെപ്റ്റ് നമുക്കറിയാമല്ലോ. എക്സ്ട്രീം പൊസിഷനിൽ വെലോസിറ്റി 0 ആണ്, ആക്സിലറേഷൻ മാക്സിമം ആണ്. മീൻ പൊസിഷനിൽ, ഇക്വിലിബ്രിയം പൊസിഷനിൽ വെലോസിറ്റി മാക്സിമം ആണ്, ആക്സിലറേഷൻ 0 ആണ്. ഓക്കെ, അപ്പോൾ എക്സ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി മാക്സ് ഈസ് ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു ഇതിൽ എക്സ് 0 ആകും, എ എത്രയായിരുന്നു? റൂട്ട് 5 ഇൻറ്റു ഒമേഗ എൻ ഈസ് 4 റൂട്ട് 5. 4 റൂട്ട് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് മാക്സിമം വെലോസിറ്റി. ഇനി അറ്റ് എക്സ് ഈക്വൽ ടു എ, അറ്റ് എക്സ് ഈക്വൽ ടു എ ആക്സിലറേഷൻ ഈക്വൽ ടു മാക്സിമം ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മൈനസ് എ ഒമേഗ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് ഒമേഗ സ്ക്വയർ ആയിരുന്നു അല്ലേ? മൈനസ് എക്സ് ഒമേഗ എൻ സ്ക്വയർ ആയിരുന്നു ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. സോ എക്സ് ഈക്വൽ ടു എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും മൈനസ് എ ഒമേഗ എൻ സ്ക്വയർ ആണ് മാക്സിമം ആക്സിലറേഷൻ. എ എത്രയാ? എ റൂട്ട് 5 ഇൻറ്റു ഒമേഗ എൻ 4 ആണ്, 4 സ്ക്വയർ 16 മൈനസ് 16 റൂട്ട് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിയില്ലേ? SHMൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ 4 ഇക്വേഷൻ എന്താണ്? എ ഈക്വൽ ടു മൈനസ് ഒമേഗ എൻ സ്ക്വയർ എക്സ്, ബി ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു റൂട്ട് അണ്ടർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ എൻ ടി അല്ലെങ്കിൽ എ സൈൻ ഒമേഗ എൻ ടി, ആൻഡ് ഒമേഗ എൻ ഈക്വൽ ടു 2π/t അല്ലെങ്കിൽ 2π ഇൻറ്റു എഫ്. ഇത്രയേ ഉള്ളൂ. 4 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മിനിമം 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. 4 എക്സാമ്പിൾ. അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇൻ എ പർട്ടിക്കുലർ SHM പെർഫോംഡ് ബൈ എ പാർട്ടിക്കിൾ ഓഫ് മാസ് m, ദ ആംപ്ലിറ്റ്യൂഡ് ഈസ് 1.57 മീറ്റർ ആൻഡ് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഈസ് 5 സെക്കൻഡ്സ്. ഓക്കെ, തന്നിട്ടുള്ള കാര്യങ്ങൾ സൈഡിലോട്ട് എഴുതി വെക്കാം. ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 1.57 മീറ്റേഴ്സ്. ടൈം പീരീഡോ? ടൈം പീരീഡ് 5 സെക്കൻഡ്സ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? SHM സോൾവ് ചെയ്യാൻ ആവശ്യമുള്ള ഇക്വേഷൻസ് എഴുതി വെക്കുക. ഒമേഗ എൻ ഈക്വൽ ടു 2π ബൈ ടൈം പീരീഡ് അല്ലെങ്കിൽ 2π ഇൻറ്റു ഫ്രീക്വൻസി. എക്സ് ഈക്വൽ ടു എന്തായിരുന്നു? എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ എൻ ടി അല്ലെങ്കിൽ എ സൈൻ ഒമേഗ എൻ ടി. അതിലേത് വേണമെങ്കിലും ഡിപ്പെൻഡിങ് അപ്പോൺ
ടൈം മെഷേർഡ് ഫ്രം ദി ഇക്വിലിബ്രിയം പൊസിഷൻ ഓർ എക്സ്ട്രീം പൊസിഷൻ, അത് യൂസ് ചെയ്യാം. വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു റൂട്ട് അണ്ടർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, പ്ലസ് ഓർ മൈനസ് ഉണ്ട് ഒരെണ്ണത്തിന്. എക്സ് ഒറിജിനിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ, ഇക്വിലിബ്രിയത്തിൽ നിന്ന് മെഷർ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, മറ്റേതാണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ശരി, അടുത്ത ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ഒമേഗ എൻ സ്ക്വയർ അല്ലെങ്കിൽ മൈനസ് ഒമേഗ എൻ സ്ക്വയർ എക്സ്. ഈ 4 ഇക്വേഷൻ മതി, നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് 0.53 meters away ഫ്രം ദ സെൻറ്റർ. 0.53 meters away ഫ്രം ദ സെൻറ്റർ, അതായത് എക്സ് ഈക്വൽ ടു 0.53 meters ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റിയും ആക്സിലറേഷനും അറിയാവുന്ന കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഒമേഗ എന്നിൻ്റെ വാല്യൂ അറിയോ? ഒമേഗ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ടി തന്നിട്ടുണ്ട്. സോ ഒമേഗ എൻ ഈക്വൽ ടു 2π/5 റേഡിയൻസ് പെർ സെക്കൻഡ് കിട്ടി. 2π/5 ഇൻറ്റു റൂട്ട് അണ്ടർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എ എത്രയാണ്? 1.57 meters. 1.57 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് 0.53 സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിൽ ഗെറ്റ് ദി ആൻസർ ടു ബി 1.857 meter per second. വെലോസിറ്റി കിട്ടി. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മൈനസ് എക്സ് ഒമേഗ എൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് എത്രയാണ്? 0.53. ഒമേഗ എൻ എത്രയാണ്? 2π/5 the whole square. So we will get minus 0.8369 meter per second squared. Acceleration കിട്ടി. ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ ഡൺ. സെക്കൻഡ് പാർട്ട് നോക്ക്. ഡിറ്റർമിൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ലൊക്കേഷൻ ഓഫ് മാക്സിമം വെലോസിറ്റി ആൻഡ് മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. ലൊക്കേഷൻ നമുക്കറിയാം. മാക്സിമം വെലോസിറ്റി എവിടെയാണ്? ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. മാക്സിമം ആക്സിലറേഷൻ എവിടെയാണ്? എക്സ്ട്രീം പൊസിഷനിലാണ്. ഓക്കെ, അപ്പോൾ അത് എഴുതി വെക്കുക. വി മാക്സ് ഒക്കേഴ്സ് അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഇടുക. വി മാക്സ് ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു റൂട്ട് അണ്ടർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഒമേഗ എൻ. എ എത്രയാണ്? 1.57. ഒമേഗ എൻ എത്രയാണ്? 2π/5 ഈക്വൽ ടു 1.972 meter per second. ഓക്കെ, മാക്സിമം വെലോസിറ്റി കിട്ടി. ഇനി അടുത്തത് ആക്സിലറേഷൻ മാക്സിമം ഒക്കേഴ്സ് അറ്റ് എക്സ്ട്രീം പൊസിഷൻസ് എക്സ് ഈക്വൽ ടു എ. ആക്സിലറേഷൻ മാക്സ് ഈക്വൽ ടു എന്തായിരുന്നു? മൈനസ് എ ഒമേഗ എൻ സ്ക്വയർ. എൻ്റെ വാല്യൂ എത്രയാണ്? മൈനസ് 1.57 ഇൻറ്റു 2π/5 the whole square. Maximum acceleration will be 2.479 meter per second square. ഓക്കെ, അതും കിട്ടി. സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനും കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ. വായിച്ചു നോക്ക്. ഡിറ്റർമിൻ ദ ടൈം റിക്വയർഡ് ബൈ ദ പാർട്ടിക്കിൾ ടു പാസ് 2 points 1.35 meters away and 0.53 meters away from the central point of oscillation. Both the points lie on the same side of the central joint. ഈസിയാണ്, ഇത്രയേ ഉള്ളൂ. എന്താ? ഇക്വിലിബ്രിയം ലൈൻ വരച്ചു. ഇക്വിലിബ്രിയത്തിൻ്റെ റൈറ്റിൽ ഒരു പോയിൻ്റ്, കുറച്ചും കൂടി കഴിഞ്ഞ് ഒരു പോയിൻ്റ്. ഓക്കെ, ദിസ് ഈസ് 0.1 ആൻഡ് ദിസ് ഈസ് 0.2 ആൻഡ് വി നോ x1 ഈക്വൽ ടു 0.53 and x2 equal to 1.35 meters. ചോദിച്ചേക്കുന്നത് ഈ പോയിന്റിൽ നിന്നും 1-ൽ നിന്നും 2 വരെ പോകാൻ എത്ര ടൈം എടുത്തു എന്നാണ്. സിമ്പിൾ ഇക്വേഷൻ എന്താ? നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്. എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ എൻ ടി അല്ലേ? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.53 ഈക്വൽ ടു എ സൈൻ ഒമേഗ എൻ T1 അതുപോലെ T2 വരും. നമുക്ക് അറിയാമല്ലോ വാല്യൂസ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ഹാവ് എ ഈസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1.57 meters ആണ്. 1.57 ഇൻറ്റു സൈൻ ഇൻറ്റു ഒമേഗ എൻ. ഒമേഗ എൻ എത്രയായിരുന്നു? 2π/5 അല്ലേ? 2π/5 അതെ. സൈൻ
2π/5t1 അതുപോലെ 1.35 ഈക്വൽ ടു 1.57 സൈൻ 2π/5t2. ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണം. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. എങ്ങനെയാണ്? സൈൻ ഇൻറ്റു 2πt1/5 ഈസ് ഈക്വൽ ടു 0.53/1.57 അല്ലേ? അപ്പോൾ t1 ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 0.53/1.57. t1 ഈസ് ഈക്വൽ ടു 0.274 സെക്കൻഡ്സ് എന്ന് കിട്ടും. ശ്രദ്ധിക്കുക, സൈൻ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഇത് റേഡിയൻസിലാണ്. കാൽക്കുലേറ്ററിൽ റേഡിയൻസിൽ തന്നെ ഇടാൻ നോക്കുക. ഓക്കെ, സിമിലർലി രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? സൈൻ ഓഫ് 2πt2/5 ഈസ് ഈക്വൽ ടു 1.35 divided by 1.57. Therefore, t2 is equal to 5/2π into sin inverse of 1.35/1.57. ഇനി നിങ്ങൾ ഇക്വേഷനിൽ കോസ് ഇടുകയാണെങ്കിലും സെയിം ആൻസർ തന്നെ കിട്ടും. t2 ഈക്വൽ ടു 0.8236 എന്ന് കിട്ടി. അപ്പോൾ ഡെൽറ്റ ടി എത്രയാണ്? ഒരു പോയിന്റിൽ നിന്നും മറ്റേ പോയിന്റിലേക്ക് പോകാനുള്ള ടൈം എന്ന് പറയുന്നത് t2 മൈനസ് t1 ആണ്. 0.8236 മൈനസ് 0.274 ഈസ് ഈക്വൽ ടു 0.5496 സെക്കൻഡ്സ്. ശ്രദ്ധിച്ച് നോക്കുക, എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണെന്ന് ഞാൻ ഇട്ടത്. ഇനി നിങ്ങൾ എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി ഇട്ടാണ് ചെയ്യുന്നതെങ്കിലും ഡെൽറ്റ ടി ഡിഫറൻസ് രണ്ടിനും സെയിം തന്നെ കിട്ടും. ഈ t1ഉം t2ഉം വേറെ വേറെ കിട്ടും, ഈ രണ്ട് ഇക്വേഷനും വേറെ കിട്ടും. ബട്ട് ഡെൽറ്റ ടി t1 മൈനസ് t2 രണ്ടിനും സെയിം ആൻസർ കിട്ടും. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇങ്ങനെയാണ് നമ്മൾ SHMലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. വൈബ്രേഷൻ്റെ ബേസിക്സ് നമ്മൾ പഠിച്ചു, സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിച്ചു. ഇതെല്ലാം തിയററ്റിക്കലായിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഇനി ആക്ച്വൽ മെക്കാനിക്കൽ സിസ്റ്റംസിൽ ഇത് അപ്ലൈ ചെയ്യണം. ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കോൺസെപ്റ്റുകൾ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിൽ, ഒരു വൈബ്രേറ്റിംഗ് മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് മാസ് ഉണ്ടാകും മെക്കാനിക്കൽ സിസ്റ്റത്തിന്. ഓക്കെ, പിന്നെ അടുത്തത് സ്പ്രിങ്. എല്ലാത്തിനും സ്പ്രിങ് ഉണ്ടാകണമെന്നില്ല, ബട്ട് സ്പ്രിങ് ഈസ് നമുക്ക് ഒരു സ്റ്റിഫ്നെസ്, നമ്മുടെ ഒമേഗ n = √k/m എന്ന് നമ്മൾ എടുത്തില്ലേ, അതിൽ ആ ഒരു സ്റ്റിഫ്നെസ് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സ്പ്രിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ആക്ച്വലി എടുക്കുന്ന അതേ സ്പ്രിങ് തന്നെയാണ്. എല്ലാ മെക്കാനിക്കൽ വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിനും സ്പ്രിങ് ഉണ്ടാകണമെന്നില്ല, ബട്ട് ആ സിസ്റ്റത്തിനെല്ലാം ഒരു കെ ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സ്പ്രിങ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി ഉള്ളൊരു എലമെൻ്റാണ് ഡാഷ് പോട്ട്. മാസ് എന്താണ്? ഇനേർഷ്യ ഫോഴ്സ്. സ്പ്രിങ് എന്താണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഡാഷ് പോട്ട് എന്താണ്? ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ മാസ് ഇനേർഷ്യ ഫോഴ്സ് ആണ്, സ്പ്രിങ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്, വൈബ്രേറ്റിംഗ് എലമെൻറ്റ്. ഡാഷ് പോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, ഡാമ്പിംഗ് എലമെൻറ്റ്. ഇത്രയും ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു മെക്കാനിക്കൽ വൈബ്രേറ്ററി സിസ്റ്റത്തിലുള്ളത്. നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു മെക്കാനിക്കൽ വൈബ്രേറ്ററി സിസ്റ്റം റെപ്രസെൻറ്റ് ചെയ്യാൻ മാസും സ്പ്രിങ്ങും ഡാഷ് പോട്ടും യൂസ് ചെയ്യും. ആക്ച്വൽ കണ്ടീഷനിൽ സ്പ്രിങ്ങും ഡാഷ് പോട്ടും ഒന്നും ആയിരിക്കില്ല. സ്പ്രിങ്ങിന് പകരം അവിടെ ഒരു സോളിഡ് ഒബ്ജക്റ്റ് ആയിരിക്കും, അതായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. ഡാഷ് പോട്ടിന് പകരം ചിലപ്പോൾ ലിക്വിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓയിലായിരിക്കും. അത് പ്രൊവൈഡ് ചെയ്യുന്ന ഡാമ്പിംഗ് ആണ്, ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. സ്പ്രിങ് നമുക്കറിയാം റീസ്റ്റോറിംഗ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, മാസ് ഇനേർഷ്യ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് ഡാമ്പിംഗ് ഇല്ല, നമുക്ക് ഡാമ്പിംഗ് പഠിക്കണ്ട. വി ഹാവ് ടു സ്റ്റഡി ഓൺലി വൈബ്രേറ്ററി സിസ്റ്റം ഇൻക്ലൂഡിങ് മാസ് ആൻഡ് സ്പ്രിങ്. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സും ഇനേർഷ്യ ഫോഴ്സും മാത്രം, അൺഡാംഡ് വൈബ്രേഷൻ ആണ് നമുക്ക് പഠിക്കാൻ ഉള്ളത്, മാസും സ്പ്രിങ്ങും. ഓക്കെ, ഇത് വേറെ ഒരിടത്തും നിങ്ങൾ നോക്കിയാൽ കിട്ടില്ല. മെക്കാനിക്കൽ എലമെൻസിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലായില്ല. ഇപ്പോൾ ഒരു നമ്മുടെ വാഷിംഗ് മെഷീൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കോമ്പണൻസ് ഉണ്ടാകും, അതിൽ വൈബ്രേഷൻസ് ഉണ്ടാകും. ആ വൈബ്രേഷൻസ് സേഫായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം ഗ്രൗണ്ടിലേക്ക്. സേഫായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ വാഷിംഗ് മെഷീൻ കംപ്ലീറ്റ് ആയിട്ടിരുന്ന് വൈബ്രേറ്റ് ചെയ്ത് ആടി സൈഡിലോട്ട് മറിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വൈബ്രേഷൻ്റെ സ്റ്റഡീസ് ഫോർ എ മെക്കാനിക്കൽ എഞ്ചിനീയർ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഒരു വാഷിംഗ് മെഷീനെ നമുക്ക് അതേപടി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മളൊരു മാസും സ്പ്രിങ്ങും ഡാഷ് പോട്ടും ഒക്കെ ആയിട്ട് അതിനെ സിസ്റ്റത്തിനെ തിയററ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. നമ്മുടെ സിലബസിൽ അൺഡാംഡ് വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡാഷ് പോട്ട് എലിമിനേറ്റ് ചെയ്യാം. മാസും സ്പ്രിങ്ങും അതിൽ നമുക്ക് SHM അപ്ലൈ ചെയ്യണം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്പ്രിംഗ് മാസ് സിസ്റ്റമാണ് നമ്മൾ എടുക്കുന്നത്. അതിലെന്താണ് എലമെൻറ്റ്? ഒരു സ്പ്രിംഗ് ഉണ്ട്,
ആ സ്പ്രിങ്ങിനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു. ആ സ്പ്രിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? സ്പ്രിങ്ങിൻ്റെ എൻഡിൽ ഒരു ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്പ്രിങ് എലോങ്ങേറ്റ് ചെയ്യും അല്ലേ? അതുപോലെ തന്നെ സ്പ്രിങ്ങിനെ ഇങ്ങനെ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്പ്രിങ് കംപ്രസ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ഈ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ എനർജി സ്റ്റോർഡ് ആകും, ഇലാസ്റ്റിക് എനർജി അല്ലേ? ഇലാസ്റ്റിക് എനർജി സ്റ്റോർഡ് ആകുമ്പോൾ ഈ സ്പ്രിങ് എന്ത് ചെയ്യും? ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യും. സ്പ്രിങ് വിൽ അപ്ലൈ എ റീസ്റ്റോറിങ് ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുന്തോറും റീസ്റ്റോറിങ് ഫോഴ്സും കൂടും. ഓൾസോ അതിൻ്റെ ഡയറക്ഷൻ വിൽ ബി ഓപ്പോസിറ്റ് ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ പറയുന്ന FR റീസ്റ്റോറിങ് ഫോഴ്സ് ഈക്വൽ ടു -KX എന്ന് പറയുന്ന ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് സ്പ്രിങ്ങിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത എലമെൻ്റ് എന്താ? ഇനേർഷ്യൽ എലമെൻ്റായ മാസ്. ഓക്കെ, മാസ് ഇട്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ലോജിക്ക് അനുസരിച്ച് എന്ത് പറയുന്നു? ഒരു സ്പ്രിങ്, അതിൽ നമ്മൾ മാസ് ഇടുന്നു. വാട്ട് ഹാപ്പൻസ്? സ്പ്രിങ് എലോങ്ങേറ്റ് ചെയ്യും അല്ലേ? അത്രേ ഉള്ളൂ. സ്പ്രിങ് എലോങ്ങേറ്റ് ചെയ്തു, കറൻ്റ്ലി ഇത്രയും എലോങ്ങേറ്റ് ചെയ്തു. ഓക്കെ, M. ഈ ഡിസ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡെൽറ്റ എന്ന് പറയാം. ഡെൽറ്റ ഇത്രയും ഡിസ്റ്റൻസ് ആണ് സ്പ്രിങ് എലോങ്ങേറ്റ് ചെയ്തത്. എലോങ്ങേറ്റ് ചെയ്ത് ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സസ് 0 ആണ് അല്ലേ? താഴോട്ട് എത്ര ഫോഴ്സ് ഉണ്ടോ മുകളിലേക്കും അതേ ഫോഴ്സ് ഉണ്ട്. ടോട്ടൽ ഫോഴ്സ് 0 ആകുമ്പോൾ ബോഡി ഇക്വിലിബ്രിയത്തിൽ കറണ്ട് പൊസിഷനിൽ നിൽക്കും. ഫോഴ്സ് ഇംബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്താ? ഫോഴ്സ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ്ങിൽ മോഷൻ ഉണ്ടാകണം. ബട്ട് ഇവിടെ ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്. സ്പ്രിങ് ഫൈനലി വലിഞ്ഞ് ഒരിടത്ത് വന്ന് നിന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മാസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഈ മാസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനത് സിമ്പിളായിട്ട് ഒരു മിനിറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ശ്രദ്ധിച്ചേക്കുക. എങ്ങനെയാണ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നത്? ആദ്യം നമ്മൾ ഏത് ഒബ്ജക്റ്റിൻ്റെ ആണോ ഏത് ബോഡിയുടെ ആണോ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കേണ്ടത് അതിൻ്റെ ഔട്ട്ലൈൻ ഷേപ്പ് വരയ്ക്കുക. ഞാൻ വരച്ചു. എന്നിട്ട് എന്താ? അതിനെ ബാക്കിയുള്ള അതിൻ്റെ സറൗണ്ടിങ്സുമായിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക. ഫ്രീ ദ ബോഡി ഫ്രം ഇറ്റ് സറൗണ്ടിങ്സ്. അതിൻ്റെ ചുറ്റിലുള്ള എല്ലാ സറൗണ്ടിങ്സിനെ മാറ്റി ഈ ബോഡിയെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് അതിൻ്റെ ഫിഗർ വരയ്ക്കണം. ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി എന്താ? എവിടെയൊക്കെ പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ഉണ്ടോ അവിടെയൊക്കെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ അപ്ലൈ ചെയ്യുക. പോയിന്റ് ഓഫ് കോൺടാക്റ്റ് എവിടെയുണ്ട്? ഇവിടെ അല്ലേ? ഇവിടെ ഒരു പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ഉണ്ട്, മാസും സ്പ്രിങ്ങും തമ്മിൽ. അവിടെ ഒരു ഫോഴ്സ് വെക്കണം. അതേതാ ഫോഴ്സ്? സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വിച്ച് ഈസ് റീസ്റ്റോറിങ് ഫോഴ്സ്. റീസ്റ്റോറിങ് ഫോഴ്സ് എത്രയായിരുന്നു? K ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡെൽറ്റ. K ഇൻറ്റു ഡെൽറ്റ. ശരി, ഇനി അടുത്ത കോൺടാക്റ്റ് എന്തിനാണ് ഉള്ളത്? അടുത്ത കോൺടാക്റ്റ് എർത്താണ് അല്ലേ? എർത്തിന് ഈ ബോഡിയുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. എങ്ങനെയാണ് കോൺടാക്റ്റ്? ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അവിടെ വരുന്നത്. ഡയറക്റ്റ് കോൺടാക്റ്റ് ഇല്ല. മാസ് തറയിൽ തട്ടി നിൽക്കുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എർത്തും ഈ ബോഡിയും തമ്മിലൊരു ഗ്രാവിറ്റേഷണൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അതാണ് എന്ത്? വെയിറ്റ് ഓഫ് ദ ബോഡി, W ഈക്വൽ ടു mg. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി എന്താ? നമ്മൾ സിഗ്മ എഫ് ഈക്വൽ ടു MA, ന്യൂട്ടൺ സെക്കൻഡ് ലോ. ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം. അതുകൊണ്ട് തന്നെ അതിൽ ആക്സിലറേഷൻസ് ഇല്ല. ആക്സിലറേഷൻ ഇല്ലെങ്കിൽ സിഗ്മ എഫ് ഈക്വൽ ടു 0. മുകളിലോട്ടുള്ള ഫോഴ്സ് പോസിറ്റീവ്, താഴോട്ടുള്ള ഫോഴ്സ് നെഗറ്റീവ്. ദെയർഫോർ K ഇൻറ്റു ഡെൽറ്റ മൈനസ് mg ഈസ് ഈക്വൽ ടു 0. ദെയർഫോർ വിൽ ഗെറ്റ് mg ഈക്വൽ ടു K ഡെൽറ്റ. mg ഈക്വൽ ടു K ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് ഇക്വിലിബ്രിയം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനിയാണ് നമ്മൾ ചെയ്യുന്നത് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഈ സ്പ്രിങ് ഉണ്ട്. സ്പ്രിങ് ഇതായിരുന്നു അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ. സ്പ്രിങ്ങിൽ നമ്മൾ മാസ് ഇട്ടു. മാസ് ഇട്ടപ്പോൾ എന്ത് ചെയ്തു? ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് അത് എലോങ്ങേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് ഈ മാസിനെ നമ്മൾ ഫർദർ ഡീഫോം ചെയ്തു. ഈ സ്പ്രിങ്ങിനെ നമ്മൾ കുറച്ചും കൂടി താഴേക്ക് വലിച്ചു. ഓക്കെ, ആൻഡ് ദിസ് ഡിസ്റ്റൻസ്, ദിസ് ഈസ് എക്സ്. ഓക്കെ, ഇതാണ് എക്സ്. മാസ് ഇട്ടു, സ്പ്രിങ് വലിഞ്ഞു, ഇക്വിലിബ്രിയത്തിലെത്തി, ഓൾ ഫൈൻ. ഇനി നമ്മൾ വീണ്ടും ഫോഴ്സ് കൊടുത്ത് ഇതിനെ കുറച്ചും കൂടി വലിച്ച് എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും? ഇത് ഇക്വിലിബ്രിയം പൊസിഷൻ, എക്സ് താഴോട്ട്, തിരിച്ച് ഈ സ്പ്രിങ് ഫോഴ്സ് കാരണം മുകളിലോട്ട്. ഈ ബോഡി ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ്റെ മുകളിലും താഴെയുമായിട്ട് ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഇക്വിലിബ്രിയം നമ്മൾ കണ്ടുപിടിച്ചു. എവിടെയാണ് ഇക്വിലിബ്രിയം എന്ന് കണ്ടുപിടിച്ചു. അതിൽ നിന്നും പിന്നെയും ഫർദർ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ ഇവിടെയാണ്. മാസ് ഇട്ടു, ബോഡി എലോങ്ങേറ്റ് ചെയ്തു, ഫൈനലി അത് റെസ്റ്റിൽ വന്നു. വീണ്ടും ഫോഴ്സ് കൊടുത്ത് എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ട് റിലീസ് ചെയ്യുമ്പോൾ ബോഡി ഓസിലേറ്റ് ചെയ്യും. ശരി, അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. വീണ്ടും ഫോഴ്സസ് എടുക്കുമ്പോൾ എന്താ? താഴേക്ക് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഉണ്ട്. മുകളിലേക്ക് എന്താണ്? റീസ്റ്റോറിങ് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു K ഇൻറ്റു ടോട്ടൽ ഡീഫോർമേഷൻ ഡെൽറ്റ പ്ലസ് എക്സ് അല്ലേ?
ടോട്ടൽ ഡിഫോർമേഷൻ ഡെൽറ്റ പ്ലസ് എക്സ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യണം. സിഗ്മ എഫ് ഈക്വൽ ടു എം എ. ഇവിടെ ആക്സിലറേഷൻ 0 ആണോ? അല്ല. കാരണം എന്താ? ബോഡി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. കറൻ്റ്ലി ബോഡിയിൽ ആക്സിലറേഷൻ ഉണ്ട് അല്ലേ? ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ സൈൻ കൺവെൻഷൻ നേരത്തെ പോലെ സെയിം ആണ്. എന്താണ്? മുകളിലേക്കുള്ള ഫോഴ്സസ് പോസിറ്റീവാണ്. അപ്പോൾ കെ ഇൻറ്റു ഡെൽറ്റ പ്ലസ് എക്സ് റീസ്റ്റോറിങ് ഫോഴ്സ് മുകളിലോട്ടുണ്ട്, മൈനസ് എം ജി താഴോട്ടുണ്ട്, ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? മാസ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ആക്സിലറേഷൻ അതിൻ്റെ ഓപ്പോസിറ്റാണ് അല്ലേ? നമുക്കറിയാം അല്ലേ? എങ്ങോട്ടാണോ ട്രാവൽ ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത്? നമ്മുടെ ആക്സിലറേഷൻ. സോ മൈനസ് എം എ. സോ ദിസ് ഇക്വേഷൻ വിൽ ബിക്കം കെ ഡെൽറ്റ പ്ലസ് കെ എക്സ് മൈനസ് എം ജി ഈക്വൽ ടു മൈനസ് എം എ. നമുക്ക് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എം ജി ഈക്വൽ ടു കെ ഡെൽറ്റ. എം ജി ഈക്വൽ ടു കെ ഡെൽറ്റ ആകുമ്പോഴത്തേക്കും ഈ കെ ഡെൽറ്റയും ഈ എം ജിയും ക്യാൻസൽ ചെയ്ത് പോകും. ദ ഇക്വേഷൻ വിൽ ബിക്കം കെ എക്സ് പ്ലസ് എം എ ഈക്വൽ ടു 0. ഓക്കെ, ആക്സിലറേഷന് അപ്പോൾ ഞാൻ എല്ലാത്തിനെയും മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. എ പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. എസ് എച്ച് എമ്മിൻ്റെ ഇക്വേഷൻ വന്നത് കണ്ടോ? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ് ആക്സിലറേഷൻ, പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഫർദർ കെ ബൈ എമ്മിന് ഞാൻ എന്തൊന്ന് കൊടുക്കുന്നു? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ എൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ദിസ് ഈസ് ദ differential equation of SHM where omega n equal to natural frequency is given by root under k by m. സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് ഡിവൈഡ് ബൈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നാച്ചുറൽ ഫ്രീക്വൻസി കിട്ടും. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ തന്നെയല്ലേ എസ് എച്ച് എമ്മിൻ്റെ സൊല്യൂഷൻ? അപ്പോൾ എസ് എച്ച് എമ്മിൻ്റെ എല്ലാ സൊല്യൂഷൻ ഇക്വേഷനും ഈ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യും. ഡയറക്റ്റ് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇക്വേഷൻ വായിച്ചു നോക്കൂ. എ സ്പ്രിംഗ് സ്ട്രെച്ചസ് ബൈ 0.015 മീറ്റർ വെൻ എ 1.75 കിലോഗ്രാം ഒബ്ജക്റ്റ് ഈസ് സസ്പെൻഡഡ് ഫ്രം ഇറ്റ്സ് എൻഡ്. ഇട്ടേക്കുന്ന മാസ് 1.75 കിലോഗ്രാം ആണ്. ഓക്കെ, ആദ്യം മാസ് ഇടുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് അതാണ് എന്ത്? ഡെൽറ്റ ഈക്വൽ ടു 0.015 മീറ്റേഴ്സ്. ഹൗ മച്ച് മാസ് ഷുഡ് ബി അറ്റാച്ച്ഡ് ടു ദ സ്ട്രിങ് സോ ഇറ്റ്സ് ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ വിൽ ബിക്കം 3 ഹെർട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം? നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ എൻ ഈക്വൽ ടു റൂട്ട് അണ്ടർ കെ ബൈ എം അല്ലേ? അപ്പോൾ കെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ബട്ട് നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻ അറിയാം. കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം എന്തായിരുന്നു? ഇക്വിലിബ്രിയത്തിൽ നെറ്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം 0 ആണ്. അപ്പോൾ കെ ഇൻറ്റു ഡെൽറ്റ ഈസ് ഈക്വൽ ടു എം ജി. അങ്ങനെ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് കെ ഈസ് ഈക്വൽ ടു എം ജി ബൈ ഡെൽറ്റ എന്ന് കണ്ടുപിടിക്കാം. സോ 1.75 ഇൻറ്റു 9.81 ഡിവൈഡഡ് ബൈ 0.015 ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിംഗ് കെ കിട്ടും. കെ എന്താണ്? സ്റ്റിഫ്നെസ്. കെ ഈക്വൽ ടു 1.75 ഇൻറ്റു 9.81 ബൈ 0.015. കെ എത്ര കിട്ടും? 1144.5 എന്ന് കിട്ടും. ന്യൂട്ടൺ പെർ മീറ്റർ. ന്യൂട്ടൺ പെർ മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ്. ശരി, സ്റ്റിഫ്നെസ് കിട്ടി. സ്റ്റിഫ്നെസ് കിട്ടിക്കഴിഞ്ഞാൽ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് അണ്ടർ കെ ബൈ എം ഈസ് ഈക്വൽ ടു എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്രയാണ്? ചെയ്ത് നോക്കാം. 1144.5 ഡിവൈഡ് ബൈ 1.75 25.57 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ് എന്താ ഈ ഒരു സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി അല്ലേ? നമ്മുടെ ചോദ്യം ഇതാണ്. നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസി വിൽ ബിക്കം 3 ഹെർട്സ് ഇഫ് വി ചേഞ്ച് ദ മാസ്. നമ്മൾ പുതിയ മാസ് ഇടുമ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ന്യൂ നാച്ചുറൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 2 പൈ ഇൻറ്റു എഫ് ഈക്വൽ ടു 2 പൈ ഇൻറ്റു 3 ഈക്വൽ ടു 6 പൈ റേഡിയൻസ് പെർ സെക്കൻഡ്. ദിസ് വിൽ ബി ഈക്വൽ ടു റൂട്ട് അണ്ടർ സ്റ്റിഫ്നെസ് ബൈ മാസ് ന്യൂ അല്ലേ? അതിൽ നിന്നും നമുക്ക് ന്യൂ മാസിൻ്റെ ഇക്വേഷൻ കിട്ടും. കെ ബൈ 6 പൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1144.5 ഡിവൈഡ് ബൈ 36 പൈ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 3.22 കിലോഗ്രാംസ്. അതായത് ഇനിഷ്യലി 1.75 കിലോഗ്രാം ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 25.57 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അതിനെ ഡിവൈഡ് ബൈ 2 പൈ ചെയ്യുമ്പോൾ ഏകദേശം 4.0 സെക്കൻഡ് ഹെർട്സ് ആയിരുന്നു. മാസ് നമ്മൾ കൂട്ടി 3.22 കിലോഗ്രാം ആക്കിയപ്പോൾ 6
3 ഹേർട്സ് ആയി. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇത്രേ ഉള്ളൂ. നമുക്കറിയാവുന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അറിയേണ്ട കാര്യങ്ങൾ എന്താണ്? കെ ഈക്വൽ ടു ഒമേഗ എൻ, നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ടു √K/m എന്ന് പറയുന്ന ആ ഒരു ഫോർമുല അറിയണം. പിന്നെ SHMൻ്റെ ഇക്വേഷൻസ് നമുക്ക് ഓൾറെഡി അറിയാം. ശരി, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. എ 50 Newton വെയിറ്റ് ഈസ് സസ്പെൻഡഡ് ഫ്രം എ കോൺസ്റ്റൻറ്റ് K ഈക്വൽ ടു 8 Newton/centimeter spring. Neglecting the mass of the spring, find the period for small amplitudes of vertical oscillation. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് അറിയാവുന്നത്? കെ തന്നിട്ടുണ്ട്. കെ ഈക്വൽ ടു 8 Newton/centimeter. SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. 1 Newton/centimeter ആണ്. അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 800 Newton/meter. അറിയാലോ, 1 സെൻറ്റിമീറ്റർ ആണ്. 1 മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ×100 ചെയ്താൽ മതി. ശരി, അപ്പോൾ 800 Newton/meter ആണ് സ്റ്റിഫ്നെസ്. ഇനി എന്താ തന്നിട്ടുള്ളത്? mg തന്നിട്ടുണ്ട്. mg ഈക്വൽ ടു 50 Newton. അങ്ങനെയാണെങ്കിൽ m ഈക്വൽ ടു 50/g kilograms. ഓക്കെ, നാച്ചുറൽ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും? √K/m. √K എത്രയാണ്? 800 ഡിവൈഡ് ബൈ 50/g ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? ഒമേഗ n 12.53 radians/second എന്ന് കിട്ടി. ഒമേഗ n അറിയാമെങ്കിൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പാടുണ്ടോ? ഒമേഗ ഫോർമുല എന്തായിരുന്നു? ഒമേഗ n ഈക്വൽ ടു 2π ടൈം പീരീഡ്. ദെയർഫോർ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π/ω. ഇതെല്ലാം പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 2π ഡിവൈഡ് ബൈ 12.53 ഈസ് ഈക്വൽ ടു 0.501 സെക്കൻഡ്സ്. ശ്രദ്ധിച്ചിരിക്കുക, 2019 സ്കീമിലെ സ്റ്റുഡൻസ് കൂടുതലും SHMൻ്റെ പ്രോബ്ലംസ് ചെയ്ത് സോൾവ് ചെയ്ത് പഠിക്കുക. 2015 സ്കീമിലെ സ്റ്റുഡൻസ് SHMഉം സ്പ്രിംഗ് മാസ് സിസ്റ്റവും രണ്ടും ഈക്വലി പഠിച്ചുകൊണ്ട് പോകണം. 2019 കൂടുതലും SHMൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ബട്ട് സ്പ്രിംഗ് മാസ് സിസ്റ്റവും സെയിം ആണ്, അത് SHM തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ബട്ട് 2015 സ്കീമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പ്രിംഗ് മാസ് സിസ്റ്റം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക. പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. എ വെയിറ്റ് ഓഫ് 15 Newton suspended from a spring vibrates vertically with an amplitude of 7.5 centimeters. ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 7.5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. SI യൂണിറ്റിൽ എഴുതാം 0.075 meters ആൻഡ് a frequency of 1 oscillation per second. ശ്രദ്ധിച്ച് കേൾക്കുക, ഫ്രീക്വൻസി ഓഫ് ഒരു ഓസിലേഷൻ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എഫ് എത്രയാണ്? എഫ് ഈക്വൽ ടു 1 ഹേർട്സ് അല്ലേ? ഫ്രീക്വൻസി എന്തായിരുന്നു? 1 സെക്കൻഡിൽ എത്ര ഓസിലേഷൻ? അപ്പോൾ 1 ഹേർട്സ്. ശരി, ഫൈൻഡ് ദ സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിംഗ് ആൻഡ് മാക്സിമം ടെൻഷൻ ഇൻഡ്യൂസ്ഡ് ഇൻ ദ സ്പ്രിംഗ്. ഇതാണ് ചോദ്യം. എഫ് തന്നിട്ടുണ്ടെങ്കിൽ ഒമേഗ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒമേഗ ഈക്വൽ ടു 2πf ഈക്വൽ ടു 2π radians/second. നമുക്കറിയാം ഒമേഗ n ഈസ് ഈക്വൽ ടു √K/m അല്ലേ? ഈ ഇക്വേഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ n² ഈക്വൽ ടു K/m. അപ്പോൾ സ്റ്റിഫ്നെസ് എങ്ങനെ കണ്ടുപിടിക്കാം? K ഈക്വൽ ടു m ഇൻറ്റു ഒമേഗ n². മാസ് തന്നിട്ടുണ്ടോ? വെയിറ്റ് തന്നിട്ടുണ്ട് 50 Newton. ദെയർഫോർ 50 ഡിവൈഡ് ബൈ 9.81 ഇൻറ്റു ഒമേഗ n എത്രയാണ്? ഇപ്പോൾ കണ്ടുപിടിച്ചു, 2π radians, 2π the whole square. So we will get stiffness of the spring is equal to 2π² into 50 by 9.81 is 201.2 Newton/meter. ഓക്കെ, അപ്പോൾ സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിങ് കിട്ടി ആൻഡ് മാക്സിമം ടെൻഷൻ ഇൻഡ്യൂസ്ഡ് ഇൻ ദ സ്പ്രിങ്. അത് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക, ഇത് ഇത്തിരി കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ്. മാക്സിമം ടെൻഷൻ ഫോഴ്സ് ഇൻ ദ സ്പ്രിങ്. ഓക്കെ, സ്പ്രിങ്ങിലെ ഫോഴ്സ് എന്താണ്? റെസിസ്റ്റിംഗ് ഫോഴ്സ് ഈക്വൽ ടു K ഇൻറ്റു എക്സ് അല്ലേ? എക്സ് കൂടുന്തോറും K കൂടും. അപ്പോൾ റെസിസ്റ്റിംഗ് ഫോഴ്സ് എക്സിനനുസരിച്ച് കൂടും. പക്ഷേ ഒരു സ്പ്രിങ് അറ്റാച്ച് ചെയ്ത് അതിൽ ഒരു മാസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മാക്സിമം പോകാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ടാകും അല്ലേ? അത് കഴിഞ്ഞാൽ സ്പ്രിങ് അതിൻ്റെ ഫംഗ്ഷൻ നശിക്കും അല്ലേ? സ്പ്രിങ് എലോങ്ങേറ്റ് ചെയ്യും. അപ്പോൾ ഈ സ്പ്രിങ്ങിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് ഉണ്ടാകും. ആ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് എന്ത്? നമ്മുടെ മാക്സിമം ടെൻഷൻ ഫോഴ്സ്. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണേ? ഈ ഒരു ഒബ്ജക്റ്റിൽ mg എന്ന് പറയുന്നൊരു വെയിറ്റ് ഉണ്ട് അല്ലേ? ഈ വെയിറ്റ് കാരണം ഈ ഒബ്ജക്റ്റ് മാക്സിമം താഴോട്ട് പോയി എന്ന് അസ്യൂം ചെയ്യുക. മാക്സിമം താഴോട്ട് പോയ ആ ഡിസ്റ്റൻസിനെ നമ്മൾ എത്ര എടുത്തു? ഡെൽറ്റ എന്നെടുത്തു. ഇമാജിൻ, മാക്സിമം താഴോട്ട് പോയ ഡിസ്റ്റൻസ് ഡെൽറ്റയാണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എത്രയാണ്? വർക്ക് ഡൺ
ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എത്രയാണ്? mg. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡെൽറ്റ. ഈ വർക്ക് ഡൺ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഫോഴ്സ് കൊടുത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന വർക്കാണ് ഇലാസ്റ്റിക് എനർജി ആയിട്ട് സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇലാസ്റ്റിക് എനർജി ഇൻ സ്പ്രിങ് എത്രയാണ്? ഇത് 2015 സ്കീമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇലാസ്റ്റിക് എനർജി ഇൻ സ്പ്രിങ്, സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജിക്ക് ഒരു ഫോർമുല ഉണ്ട്, ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ, ഡിസ്പ്ലേസ്മെൻറ്റ് സ്ക്വയർ. ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. ഹാഫ് കെ എക്സ് സ്ക്വയർ അതാണ് സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഫോർമുല, ഇലാസ്റ്റിക് ഫോർമുല. അപ്പോൾ വർക്ക് ഡൺ ഈക്വൽ ടു ഇലാസ്റ്റിക് എനർജി. എത്ര വർക്കാണോ ചെയ്യുന്നത് അത് സ്പ്രിങ്ങിൻ്റെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. സോ എം ജി ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഹാഫ് കെ ഡെൽറ്റ സ്ക്വയർ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്യാം. 2mg ഈസ് ഈക്വൽ ടു കെ ഡെൽറ്റ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. 2mg ഈക്വൽ ടു കെ ഡെൽറ്റ. ശ്രദ്ധിച്ചിരിക്കുക, ഇത് മറ്റേ നമ്മുടെ ഓൾറെഡി ഉള്ള ഇക്വിലിബ്രിയം കണ്ടീഷനിലെ mg ഈക്വൽ ടു കെ ഡെൽറ്റയുടെ ഡെൽറ്റ അല്ല, ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നതിന് പകരം ഡെൽറ്റ എന്ന് കൊടുത്തതേ ഉള്ളൂ. യു ക്യാൻ സേ mg എക്സ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. അതിൽ നിന്ന് എക്സ് രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കെ എക്സ് ഈക്വൽ ടു mg. വി നോ കെ എക്സ് ഈസ് ദി റീസ്റ്റോറിംഗ് ഫോഴ്സ്. kx equal to 2mg. So the maximum restoring force or tension force in the string is twice the weight of the object. നമുക്ക് ആ സ്പ്രിങ്ങിൽ ഹാങ് ചെയ്തേക്കുന്ന വെയ്റ്റിൻ്റെ ട്വൈസ് 2 ടൈംസ് മാത്രമേ ഇതിനകത്ത് കിട്ടത്തുള്ളൂ. ഇത് 2015 സ്കീമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2019 സ്കീമിന് ഇത് ചോദിക്കും എന്ന് തോന്നുന്നില്ല, കാരണം 2019 സ്കീമിൽ കൂടുതലും SHM ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ടോപ്പിക്കും കൂടെ ഉള്ളൂ, അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ പറയുന്ന 5th മോഡ്യൂളിലെ വൈബ്രേഷൻസ് കഴിഞ്ഞു. സ്പ്രിങ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. ഞാൻ പറഞ്ഞു നമ്മൾ ഈ മാസും സ്പ്രിങ്ങും ഡാഷ്പോർട്ടും യൂസ് ചെയ്യുന്നത് ആക്ച്വൽ റിയൽ ലൈഫ് മെക്കാനിക്കൽ സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ഒരു മേശയ്ക്ക് 2 കാലുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 4 കാലുണ്ട് അല്ലേ? ഒരു മേശയ്ക്ക് 4 കാലുണ്ട്. അപ്പോൾ ഇതിൻ്റെ വൈബ്രേഷൻ സിസ്റ്റം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മേ ബി ഇതിലെ ഓരോ കാലും ഒരു സ്പ്രിങ് ആയിട്ടായിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു മാസ്, അതിൻ്റെ ഉള്ളിൽ 4 സ്പ്രിങ്. അപ്പോൾ മൾട്ടിപ്പിൾ സ്പ്രിങ്സ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ അനലൈസ് ചെയ്യും? വേറൊരു കാര്യം പറയാം. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അത് സ്റ്റീലാണ്. അതിൻ്റെ ഉള്ളിൽ താഴെ വേറൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അത് അലുമിനിയമാണ്. ഇത് രണ്ടും ഇങ്ങനെ വച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഒരു മാസ് എലമെൻ്റ് ഉണ്ട്, ഇത് വൈബ്രേറ്റ് ചെയ്യുകയാണ്. ആ വൈബ്രേഷൻ താഴോട്ട് പോകുന്നുണ്ട്. നമുക്ക് അത് അനലൈസ് ചെയ്യണം അല്ലേ? അപ്പോൾ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയലാണ്. 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ആണെങ്കിൽ 2 മെറ്റീരിയലിൻ്റെയും സ്റ്റിഫ്നെസ് കെ വ്യത്യാസമായിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു കണക്ഷൻ, ആ ഒരു ഓറിയൻറ്റേഷൻ എയ്തർ സീരീസ് ആയിരിക്കാം, പാരലൽ ആയിരിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ടേബിളിൻ്റെ 4 കാല് എടുക്കുമ്പോൾ അത് പാരലൽ സിസ്റ്റമാണ്. കാരണം ആ 4 സ്പ്രിങ്ങും കൂടിയാണ് ടോട്ടൽ ടേബിളിൻ്റെ വെയിറ്റ് ഹാങ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ വരച്ച ഒരു സ്റ്റീലിൻ്റെ അടിയിൽ വേറൊരു അലുമിനിയം വെച്ചേക്കാണ്. അങ്ങനെയാണെങ്കിൽ അത് സീരീസ് കണക്ഷനാണ് അല്ലേ? ടോട്ടൽ ലോഡ് ഇതിൻ്റെ 2ലും കൂടി ചേർത്ത് സെയിം ലോഡാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇക്വലൻറ്റ് സിസ്റ്റംസ് വരയ്ക്കാൻ നമുക്ക് സ്പ്രിങ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ നോക്കേണ്ടി വരും. സിമ്പിളാണ്. നമ്മൾ സ്കൂളിൽ എന്ത് പഠിച്ചിട്ടുണ്ട്? ഓംസ് ലോ പഠിച്ചപ്പോൾ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ പഠിച്ചിട്ടില്ലേ? അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ പറഞ്ഞുതരാം, വളരെ സിമ്പിളാണ്. അപ്പോൾ മൾട്ടിപ്പിൾ സ്പ്രിങ്സ് ഇൻ സിസ്റ്റം വരികയാണെങ്കിൽ ഇക്വേഷൻ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒമേഗ n ഈക്വൽ ടു √k/m. ഈ ഇക്വേഷൻ ഒരു മാറ്റവും ഇല്ല. ഇൻസ്റ്റെഡ് ഓഫ് കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കെ ഇക്വിവാലൻറ്റ് എന്നെഴുതുന്നു. കെ ഇക്വിവാലൻറ്റ് എന്താണ്? സ്പ്രിങ്സ്, മൾട്ടിപ്പിൾ സ്പ്രിങ്സ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് ആണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ഇതിനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കുക. 2 സ്പ്രിങ് ഉണ്ട്. ആദ്യത്തെ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് K1 ആണ്, രണ്ടാമത്തെ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് K2 ആണ്. ഈ സ്പ്രിങ് സീരീസ് ആണോ പാരലൽ ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ശ്രദ്ധിച്ചു നോക്കുക. ഈ മാസിൻ്റെ ടോട്ടൽ ഡീഫോർമേഷൻ എങ്ങനെയായിരിക്കും? ഈ മാസ് ഇവിടെ നിന്നും താഴോട്ട് ഒരുപാട് ഡിസ്റ്റൻസ് ഡെൽറ്റ ട്രാവൽ ചെയ്തു. ആ ടോട്ടൽ ഡീഫോർമേഷൻ എങ്ങനെയായിരിക്കും? സ്പ്രിങ് 1ൻ്റെ ഡീഫോർമേഷൻ ഉണ്ട്, സ്പ്രിങ് 2ൻ്റെ ഡീഫോർമേഷൻ ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും സം ആയിരിക്കും ടോട്ടൽ മാസിൻ്റെ ഡീഫോർമേഷൻ അല്ലേ? ടോട്ടൽ ഡീഫോർമേഷൻ ഓഫ് ദ മാസ് ഈക്വൽ ടു ഡീഫോർമേഷൻ ഓഫ് സ്പ്രിങ് 1 ആൻഡ് ഡീഫോർമേഷൻ ഓഫ് സ്പ്രിങ് 2. ഈ ഇക്വേഷൻ ഉണ്ട് നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷനിൽ. mg ഈക്വൽ ടു കെ ഡെൽറ്റയാണ്. Therefore mg by k equivalent is equal to mg by k1 equal to plus mg by k2. ഓക്കെ, എല്ലായിടത്തും mg ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 1/k equivalent equal to 1/k1 plus 1/k2.
റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ആകുമ്പോൾ ഇങ്ങനെയായിരുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ. സ്പ്രിങ്സ് ഇൻ സീരീസ് ആകുമ്പോൾ 1/k ഈക്വലൻ്റ് ഈക്വൽ ടു 1/k1 + 1/k2. ഇതാണ് ഈക്വലൻ്റ് സ്റ്റിഫ്നെസ്. ഇനി സ്പ്രിങ്സ് ഇൻ പാരലലോ? ടേബിളിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? അവിടെ എന്തായിരുന്നു? ടേബിളുണ്ട്, അതിൻ്റെ 4 കാലുണ്ട്. ഈ ടേബിളിൻ്റെ ടോട്ടൽ വെയിറ്റ്, ഈ ടോട്ടൽ വെയിറ്റ് 4 കാലിലും കൂടി ഈക്വലായിട്ട് ഷെയർ ചെയ്ത് പോവുകയാണ് അല്ലേ. അപ്പോൾ ലോഡ് ബെയർഡ് ബൈ ഫസ്റ്റ് ലെഗ് പ്ലസ് സെക്കൻഡ് ലെഗ് പ്ലസ് തേർഡ് ലെഗ് പ്ലസ് ഫോർത്ത് ലെഗ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ടേബിൾ. അത് തന്നെയാണ് ഇവിടെയും. ടോട്ടൽ ലോഡ് mg ആണ്, ഈസ് ഈക്വൽ ടു ലോഡ് ഹാൻഡിൽഡ് ബൈ K1 പ്ലസ് ലോഡ് ഹാൻഡിൽഡ് ബൈ സ്പ്രിങ് 2. അപ്പോൾ നമുക്കറിയാം mg ഈക്വൽ ടു K ഡെൽറ്റ ആണ്. mg ഈക്വൽ ടു K ഡെൽറ്റ, അത് K1 ഡെൽറ്റ പ്ലസ് K2 ഡെൽറ്റ എന്നാകും. mg K ഇക്വലൻ്റ് ഇൻറ്റു ഡെൽറ്റ ഈക്വൽ ടു K1 ഡെൽറ്റ പ്ലസ് K2 ഡെൽറ്റ. എല്ലാ ലെഗിലും ഒരേപോലെ ഡിഫോർമേഷൻ. ദെയർഫോർ K ഇക്വലൻ്റ് ഈക്വൽ ടു K1 പ്ലസ് K2. ഇത്രയേ ഉള്ളൂ. ഇതെന്താണ്? ഇത് റെസിസ്റ്ററിൻ്റെ സീരീസ് കണക്ഷൻ ആയിരുന്നു, നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രം പഠിച്ചു വെക്കുക. സീരീസ് ആണെങ്കിൽ 1/k ഇക്വിവാലൻറ്റ് ഈക്വൽ ടു സിഗ്മ 1/k. എത്ര എണ്ണം വരുന്നു? 3 എണ്ണം ഉണ്ടെങ്കിൽ 1/k1 പ്ലസ് 1/k2 പ്ലസ് 1/k3. പാരലൽ ആണെങ്കിലോ k ഇക്വലൻറ്റ് ഈക്വൽ ടു സിഗ്മ k. എത്ര എണ്ണം ഉണ്ടോ എല്ലാത്തിനെയും കൂടി ചേർത്ത് ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇത് സീരീസ് ആണോ പാരലൽ ആണോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സീരീസും പാരലലും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഈ ഒരു സിസ്റ്റം സീരീസ് ആണോ പാരലൽ ആണോ? സ്പ്രിങ് 1 വിത്ത് സ്റ്റിഫ്നെസ് K1, സ്പ്രിങ് 2 വിത്ത് സ്റ്റിഫ്നെസ് K2. ഇത് സീരീസ് ആണോ പാരലൽ ആണോ എന്ന് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇത് പാരലൽ ആണ് അല്ലേ? കാരണം എന്താ? സീരീസിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? സീരീസിൻ്റെ കണ്ടീഷൻ 2 സ്പ്രിങ്ങിലും സെയിം ലോഡ് ആക്ട് ചെയ്യണം അല്ലേ. 100 കിലോഗ്രാം വെയിറ്റ് ആണെങ്കിൽ അതേ 100 കിലോഗ്രാം തന്നെ എല്ലാ സ്പ്രിങ്ങിലും പോകണം അല്ലേ. ഇവിടെ അങ്ങനെയാണോ? അല്ല. ഈ സ്പ്രിങ് ഇവിടെ ഇരിക്കുമ്പോൾ മുകളിലത്തെ സ്പ്രിങ് എലോങ്ങേറ്റ് ചെയ്യും, താഴത്തെ സ്പ്രിങ് കംപ്രസ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ലോഡ് 2 സ്പ്രിങ്ങും കൂടി ഷെയർ ചെയ്യുകയാണ്. ലോഡ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതാ കണ്ടീഷൻ? ഇവിടെ കണ്ടോ, ലോഡ് ഷെയറിങ്. ലോഡ് ഷെയർ ചെയ്യുകയാണെങ്കിൽ പാരലലാണ്. സോ ദിസ് ഈസ് എ പാരലൽ കോൺഫിഗറേഷൻ. ആകെ ചാലഞ്ച് എന്ന് പറയുന്നത് സ്പ്രിങ്ങിൻ്റെ സിസ്റ്റം കാണുമ്പോൾ ഇത് സീരീസ് ആണോ പാരലൽ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി ഈസിയാണ്. K ഇക്വലൻ്റ് ആണ്, പാരലൽ സിസ്റ്റം ആയതുകൊണ്ട് K1 പ്ലസ് K2, ഒമേഗ n ഈക്വൽ ടു √K ഇക്വിവാലൻറ്റ് ബൈ m. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് വൈബ്രേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. ഇപ്പോൾ മോഡ്യൂൾ 5-ലെ വൈബ്രേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കവർ ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഒരു ടോപ്പിക്ക് യൂട്യൂബിൽ ഒരു ക്ലാസ് ഇടണമെങ്കിൽ ഏത് ടോപ്പിക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ വൈബ്രേഷൻസ് വേണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് മാത്രം യൂട്യൂബിൽ ഇട്ടിട്ടുള്ളത്. ബാക്കി എൻ്റെ എൻ്റയർ കോഴ്സ് എംസിഗ്മയുടെ ആപ്പിൽ അവൈലബിൾ ആണ്, ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് എൻറോൾ ചെയ്യാം. ഒരു 16 മണിക്കൂറിൽ എൻ്റയർ കോഴ്സ് നല്ല രീതിയിൽ തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു 3 ദിവസം എടുക്കും അത് പഠിക്കാൻ. നല്ല രീതിയിൽ പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എംസിഗ്മയുടെ റിസപ്ഷനിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടും. നിങ്ങൾക്ക് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, നല്ല രീതിയിൽ തന്നെ പഠിക്കണം. ഇത് പഠിച്ച് പാസ്സായി മറക്കാനുള്ളൊരു സബ്ജക്റ്റ് അല്ല. ഇതിൽ നിന്നും ഒരുപാട് ടേക്ക് അവേ ഉണ്ട്. ഈ സബ്ജക്റ്റ് പ്രത്യേകിച്ച് മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഈ ഒരു സബ്ജക്റ്റ് നല്ല രീതിയിൽ തറവായിട്ട് മനസ്സിലാക്കുമെങ്കിൽ ഇനി S3-ലെ 2 സബ്ജക്റ്റ്, S4-ലെ ഒരു സബ്ജക്റ്റ്, S5-ലെ ഒരു സബ്ജക്റ്റ്, അങ്ങനെ എല്ലാ സെമസ്റ്ററിലെയും സബ്ജക്റ്റുകൾ ബെറ്റർ ആൻഡ് ബെറ്റർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സീരിയസ് ആയിട്ട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ ഹയർ ക്ലാസ്സസിലെ, ഇപ്പോൾ ഫസ്റ്റ് ഇയർ കുട്ടികളോടാണ് പറയുന്നത്, ഹയർ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ബേസിക്സ് അറിയാത്തതുകൊണ്ട് അവർക്ക് ഞാൻ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ കാര്യമാണ്. ഹയർ ക്ലാസ്സസിലെ ഒരുപാട് കോർ കോഴ്സസിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ ഇപ്പം തന്നെ നല്ല രീതിയിൽ ഇത് പഠിച്ച് പോവുക, നല്ല ബേസ് ഉണ്ടാക്കുക. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ബേസിക് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് മാത്രമേ ഉള്ളൂ. നല്ല രീതിക്ക് തന്നെ പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. നല്ല രീതിക്ക് പഠിക്കുക, അതും പഠിക്കേണ്ട രീതിക്ക് തന്നെ ഈ കോഴ്സ് പഠിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ജേർണിയിൽ. താങ്ക് യു.